അത്യാവശ്യം സമാധാനമായിട്ടുള്ള സാലറി ഒക്കെ കിട്ടി ജീവിച്ചിരുന്നാണല്ലോ. അപ്പോൾ ആരെങ്കിലും പറഞ്ഞു എൻ്റെ പൊന്നു മോനെ നിനക്ക് ആ പണി തന്നെ ആയിരുന്നില്ലേ നല്ലതെന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നത്? സത്യത്തിലുണ്ടല്ലോ, ഞാൻ വളരെ നല്ല സാലറിയിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. നല്ല സാലറി, ഒരു 7 ശമ്പളമുള്ള സാലറി. ഓൾമോസ്റ്റ് ഒരു 15-16 പിച്ചിങ് നടത്തിയിട്ടുണ്ടെങ്കിലും ഒന്നും സക്സസ്ഫുൾ ആയില്ല. അങ്ങനെയുള്ള പല കൺസേൺസ് കിട്ടാതെ ഒരു മനസ്സിന് എന്ത് തോന്നും? ഒന്നും തോന്നാനില്ല. ആദ്യമൊക്കെ വിഷമം തോന്നായിരുന്നു, പിന്നെ ഇതൊരു ശീലമായി. അപ്പം പുള്ളി മാർക്കറ്റിൽ വിസിറ്റ് ചെയ്തപ്പോൾ പുള്ളി മനസ്സിലായി എങ്ങും ബ്രാൻഡഡ് ആയിട്ടുള്ള ബനാന ചിപ്സിനെ പുള്ളിയെ കാണാൻ പറ്റുന്നില്ല. അപ്പം പുള്ളി 2 ദിവസം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു. പുള്ളി ചോദിച്ചു, ഞാനിങ്ങനെ മാർക്കറ്റ് വിസിറ്റ് ചെയ്തപ്പം ഇങ്ങനെ ശ്രദ്ധിച്ചു, ഇത് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ബനാന ചിപ്സ് എങ്ങും ഇല്ല. ദിസ് കുഡ് ബി എ ബിഗ് പൊട്ടൻഷ്യൽ. why can't you take some money from us? അപ്പൊ ഈ അടുത്തടുത്ത സംസ്ഥാനങ്ങളിലോട്ട് ഈ വന്നപ്പോഴും ഈ കേരളത്തിലോട്ട് അധികം വരാൻ സത്യത്തിൽ ഇന്ന് എനിക്ക് കേരളത്തിൽ ലോഞ്ച് ചെയ്യാൻ ഒരു ചെറിയ പേടിയുണ്ട്. ഇത് കേരളത്തിന്റെ തന്നെ സ്വന്തം പ്രോഡക്റ്റ് ഇവിടെ ഇറക്കി അവന്റെ വായിൽ എനിക്കൊന്ന് കേൾക്കേണ്ടി വരുമോ എന്നുള്ളൊരു പേടി കൊണ്ടാണ് എനിക്കറിഞ്ഞുകൂടാ. നമ്മുടെ വിഷൻ എന്ന് പറയുന്നത് എല്ലാ പൊട്ടറ്റോ ചിപ്സ് പാക്കറ്റിന്റെ അരികത്ത് ഒരു ബനാന ചിപ്സിനെ ലോകമെമ്പാടുമുള്ള റീറ്റെയിൽ ഷോപ്സിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. സോണി ടെലിവിഷന്റെ ജനപ്രിയ റിയാലിറ്റി ഷോ ആയ ഷാർക്ക് ടാങ്ക് ഇന്ത്യ സീസൺ 1-ൽ മലയാളിയുടെ ഉപ്പേരിയുമായി കടന്നു ചെന്ന് 50 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിങ് നേടിക്കൊണ്ട് വന്ന ഒരു മലയാളിയുണ്ട്. ആലപ്പുഴ ജില്ലയിലെ ചെന്നിത്തലക്കാരനായ മാനസ് മധു. ബിയോണ്ട് സ്നാക്ക് എന്നാണ് മാനസ് മധുവിന്റെ ബ്രാൻഡിന്റെ പേര്. ആ മാനസ് മധുവാണ് ഇന്ന് നമ്മുടെ അതിഥി. താങ്ക് യു സോ മച്ച്. മാനസിന്റെ ഒരു 1.5 വരവായിരുന്നു ആ സോണി ടെലിവിഷന്റെ ആ റിയാലിറ്റി ഷോയിലോട്ട്. ഒരു കാവ്യമുണ്ടൊക്കെ മടക്കി കുത്തി ഒരു ബനിയനൊക്കെ വലിച്ചു കയറി. അതെങ്ങനെയാ ആ ഒരു വരവ് എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് ആ ഷാർക്ക് ടാങ്ക് ഇന്ത്യ സീസണിലോട്ട് എത്തിപ്പെട്ടത്? എങ്ങനെയാണ്? ഷാർക്ക് ടാങ്ക് ഇന്ത്യ വരുന്നതിന് മുമ്പ് ഞാൻ ഈ ഷാർക്ക് ടാങ്കിന്റെ US എപ്പിസോഡ്സ് പലതും കാണുമായിരുന്നു. അപ്പം ഇത് കാണുന്ന സമയത്ത് നമ്മൾ ഈ സംരംഭകർക്ക് എല്ലാവർക്കും ഉണ്ടാവില്ല ഈ സ്വപ്നങ്ങൾ ഇങ്ങനെ നെയ്ത് കൂട്ടുന്ന ഒരു. അപ്പം അങ്ങനെ ഈ US ഷാർക്ക് ടാങ്കിന്റെ എപ്പിസോഡുകൾ കാണുമ്പോൾ ഞാനും ആലോചിച്ചിട്ടുണ്ട്, എന്തെങ്കിലും ഒരു ഇതേപോലെ ഒന്ന് പിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിരിക്കും എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം എക്കണോമിക് ടൈംസിൽ ഈ ഒരു വാർത്ത വരുന്നത്, സോണി ഷാർക്ക് ടാങ്ക് ഇന്ത്യയുമായി ഇന്ത്യയിൽ വരുന്നു. അപ്പം പിന്നെ ഒന്നും ആലോചിച്ചില്ല, അപ്പം തന്നെ കയറി അങ്ങ് അപ്ലൈ ചെയ്തു. അപ്പോൾ അപ്ലൈ ചെയ്തപ്പോൾ വലിയ പ്രതീക്ഷ ഒന്നും ഉണ്ടായിട്ടില്ല. നമുക്കറിയത്തില്ല ഇതിൻ്റെയൊക്കെ ക്രൈറ്റീരിയ എങ്ങനെയാണെന്നുള്ളത്. കമ്പനി എന്താണ് ഒരു ഗ്രോത്ത് സ്റ്റേജിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം സെലക്ഷൻ ആവുമോ അതോ ഈ ഗ്രോത്ത് സ്റ്റേജിലുള്ള കമ്പനികളെ അവർ പരിഗണിക്കുമോ, ഇങ്ങനെയുള്ള പല ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പക്ഷേ കൂടുതലൊന്നും ചിന്തിച്ചില്ല, അങ്ങ് അപ്ലൈ ചെയ്തു. ഒരു 2 ആഴ്ച എന്താ കഴിഞ്ഞപ്പോൾ ഒരു ഫസ്റ്റ് കോൾ വന്നു. അപ്പോൾ ഒരു ചെറിയൊരു ഇൻ്റർവ്യൂ ഒക്കെ പോലെ അവർ ചെയ്തു. പിന്നെ അതിനുശേഷം വീണ്ടും ഒരാഴ്ച കഴിഞ്ഞപ്പം വേറൊരു 3-4 പേര് കൂടി ചേർന്നൊരു ഇൻ്റർവ്യൂ നടത്തി. വീണ്ടും ഇതെല്ലാം അന്ന് ഓൺലൈനായിരുന്നു. എനിക്കൊന്ന് കോവിഡൊക്കെ സെക്കൻഡ് വേവിൻ്റെ ഒക്കെ സമയത്താണ്. അപ്പം അങ്ങനെ 2-3 ഇൻ്റർവ്യൂസൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ ഒരു ദിവസം ഓഡീഷന് വിളിച്ചു. അങ്ങനെ ഞാൻ ഇവിടുന്ന് ബാംഗ്ലൂർക്ക് ഓഡീഷന് വേണ്ടി പോയി. ഓഡീഷന് നിന്ന് കഴിഞ്ഞപ്പം ഒത്തിരി സ്റ്റാർട്ടപ്സ് ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണെന്ന് പോകുന്നത്. അപ്പം ബാക്കിയുള്ള സ്റ്റാർട്ടപ്സ് ഒക്കെ നല്ല എനർജറ്റിക് വൈബ്രൻ്റ് ആയിട്ടൊക്കെ ഇരിക്കുന്നത്, ഞാൻ മാത്രം അവിടെ കുറച്ച് ചിപ്സും ഒക്കെ പിടിച്ച് ഒരു ചെറിയ കവറിലൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം സംഭവം അന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് എന്തോ ഇഷ്ടപ്പെട്ടു, നമ്മുടെ കോൺസെപ്റ്റ് ഇഷ്ടപ്പെട്ടു, സ്റ്റോറി നമ്മളെന്താണോ അവരോട് പറഞ്ഞത് അതെല്ലാം അവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് കാരണം അവർ നമ്മളെ വീഡിയോയ്ക്ക് ക്ഷണിച്ചു. അപ്പം ഈ വീഡിയോ ഒരു റൗണ്ടാണ്, വീഡിയോ റൗണ്ട് എന്നാണ് അവർ പറയുന്നത്. അതൊരു ഫൈനൽ റൗണ്ട് അല്ല. വീഡിയോയ്ക്കകത്തിൽ അവർ ഷൂട്ട് ചെയ്യുന്നത് ആ ഒരു സ്റ്റാർട്ടപ്പിന്റെ ഫുൾ ഇത് കാണിക്കണമെന്നില്ല. ശരിക്കുമുള്ള ഷാർക്ക് ടാങ്കിൽ എയർ ചെയ്യുന്ന സമയത്ത് അത് എയർ സ്പേസ് കിട്ടണമെന്നില്ല. അപ്പം ഇത് ഞാനിങ്ങനെ US എങ്ങനെയാണ് നടക്കുന്നതൊക്കെ ഉള്ളത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എങ്ങനെയും ഇതൊരു നേടിയെടുക്കണമല്ലോ, ആ സ്പേസ് നമുക്ക് നേടിയെടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളത് ചിന്തിച്ചു. അപ്പോൾ ഇത് നമുക്കൊരൊറ്റ ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്. അപ്പോൾ ആ ഒരൊറ്റ ഓപ്പർച്യൂണിറ്റി എങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാമെന്നുള്ളത് ചിന്തിച്ച് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ ചേർന്ന് ഇരുന്ന് ചിന്തിക്കാൻ തുടങ്ങി ഇതെങ്ങനെ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് പേര് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളോട്ട് കൂടി ചേർന്നിരുന്ന് ആലോചിക്കാൻ തുടങ്ങി ഇതെങ്ങനെയാണ് ഈ കിട്ടുന്ന ഒരു ഇച്ചിരി സമയം ആളുകളുടെ മനസ്സിൽ എങ്ങനെയും പിടിച്ചു നിർത്തണം, അങ്ങനെ എങ്ങനെയും ഒന്ന് കൂടുതൽ സമയം മെമ്മറാബിലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ എങ്ങനെ പറ്റും എന്നുള്ളത് ചിന്തിച്ച് അങ്ങനെ ഒരു കോൺസെപ്റ്റിലാണ് ഈ ഷർട്ട് വലിച്ചു കയറുന്നതും. ഞങ്ങൾ ആദ്യം കഥകളി കൊണ്ടുവന്ന് മാത്രം കഥകളിയെ കൊണ്ട് കുറച്ച് പരിപാടി കാണിക്കാൻ ആദ്യം വെച്ചിരുന്നത്.
പക്ഷേ കൂടുതൽ കൂടുതൽ ചിന്തിച്ച് കൂടുതൽ ഐഡിയാസ് നമ്മളിങ്ങനെ എന്താണ് ചിന്തിച്ച് സംസാരിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇതൊരു ബെറ്റർ ഐഡിയ ആയിട്ട് തോന്നി. അങ്ങനെയാണ് ശരിക്കും ഇത് സംഭവിച്ചത്. അവിടെ ചെന്ന് ഈ ഷർട്ട് വലിച്ചു കീറുന്നതും അങ്ങനെ കഥകളി ആയിരുന്നു ആദ്യം നമ്മൾ പ്രൈം ഇമ്പോർട്ടൻസ് കൊടുത്തെങ്കിലും പിന്നീട് ഷർട്ട് വലിച്ചു കീറുന്നതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് കഥകളി ജസ്റ്റ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ നിലനിർത്തുകയും ചെയ്തു. അങ്ങനെയാണ് ആ ഒരു ഫുൾ കോൺസെപ്റ്റിലോട്ട് അത്. ഹിന്ദിയൊക്കെ നന്നായിട്ട് പറയുന്നുണ്ടായിരുന്നല്ലോ, ഹിന്ദി പഠിച്ചാണോ പോയത്? എന്റെ ഹിന്ദി ഇപ്പം അതിന്റെ ഒരു സത്യാവസ്ഥ പറയുകയാണെങ്കിൽ ഞാൻ നമ്മള് മഹാരാഷ്ട്രയിൽ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അപ്പൊ ഈ മഹാരാഷ്ട്രയിൽ ചെന്നിട്ട് ഞാൻ ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോട് ഹിന്ദിയല്ലേ പറഞ്ഞാൽ പറ്റത്തുള്ളൂ. അപ്പൊ ഇവർ എന്റെ ഹിന്ദി കേട്ടിട്ട് അവർ എന്നോട് ഇംഗ്ലീഷിൽ ഇങ്ങോട്ട് പറയാൻ തുടങ്ങി. അപ്പം അത്ര മനോഹരമായ ഹിന്ദിയാണ് എന്റേത്. അപ്പം അന്ന് പക്ഷെ ഷാർക്ക് ടാങ്കിൽ എന്തായിരുന്നു പറഞ്ഞാൽ ഇതിങ്ങനെ പരിശീലിച്ച് കുറെ തവണ പ്രാക്ടീസ് ചെയ്തു. അപ്പൊ ഈ കണ്ണാടിയുടെ മുമ്പിലൊക്കെ നിന്ന് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താണ് അതൊരു ഏത് സമയത്തും പറയാൻ പറ്റുന്ന രീതിയിലാക്കിക്കൊണ്ടാണ് ഞാൻ ആ സ്റ്റേജിലോട്ട് ചെന്നത്. പക്ഷെ ഈ സ്റ്റേജ് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഈ മൊത്തത്തിലുള്ള ഒരു സെറ്റപ്പ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ ഒന്ന് കാലടറി. അപ്പൊ ഇടയ്ക്ക് വെച്ച് ഞാൻ ഈ പഠിച്ചതൊക്കെ മറന്നുപോയി. അപ്പൊ അങ്ങനെ ശരിക്കും ഒരു 2 മിനിറ്റ് അതിനിടയ്ക്ക് ഞാൻ വെള്ളം കുടിക്കുന്നുണ്ട്. ശരിക്കും എന്റെ എപ്പിസോഡ് നോക്കിയാൽ ഞാൻ മനസ്സിലാവും 2 മിനിറ്റ് അതിനിടയ്ക്ക് ഞാൻ ശരിക്കും വെള്ളം കുടിക്കുന്നുണ്ട്. പിന്നെ അതെങ്ങനെയൊക്കെ അതങ്ങ് തിരിച്ചു കയറി വന്ന് പിന്നെ നന്നായിട്ട് അങ്ങ് പെർഫോമൻസ് അങ്ങ് നന്നായി വന്നു എങ്ങനെയൊക്കെയോ. ഈ ഉപ്പേരി ഉണ്ടല്ലോ, മനസ്സ് പഠിച്ചത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. സിംബയോസിസിൽ MBA എടുക്കാൻ പോയി. ഈ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോഴും MBA പഠിക്കുമ്പോഴൊക്കെ ഇങ്ങനെ സംരംഭകനാണോന്ന് ആഗ്രഹം ഉണ്ടായിരുന്നോ? എന്തിനാ ഈ ജേണി മുഴുവൻ നടത്തിയത്? എഞ്ചിനീയറിംഗ് പഠിച്ച് ഫൈനൽ ഇയർ എത്തി കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം പിടുത്തം കിട്ടി. എനിക്ക് ഈ എഞ്ചിനീയറിംഗിന്റെ അതിൽ വലിയൊരു പ്രതീക്ഷ പുലർത്തിയിട്ട് കാര്യമില്ല എന്നുള്ളത്. സപ്ലി അടിച്ചിരുന്നോ? ഇല്ലല്ലോ. പിന്നെ ഉണ്ടായിരുന്നു. പക്ഷേ എഞ്ചിനീയറിംഗിന്റെ സമയത്തൊക്കെ കൂടുതലും ഞാൻ എന്താണ് ഈ അവിടുത്തെ കമ്മിറ്റിയുടെ പരിപാടികൾ നോക്കി നടത്തുക, അല്ലെങ്കിൽ അസോസിയേഷന്റെ സംഘാടകനായിരുന്നു അന്ന് അവിടെ. അപ്പൊ ഈ വക പരിപാടിയിലൊക്കെ ആയിരുന്നു എനിക്കന്ന് കൂടുതൽ ഇൻട്രസ്റ്റ്. അപ്പം ഈ എല്ലാം കഴിഞ്ഞ് ഞാൻ ഈ TC മേടിക്കാൻ തുടങ്ങിയെന്ന് വെച്ചപ്പോൾ ഞങ്ങളുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഇലക്ട്രോണിക്സിന്റെ ഒരു സാറുണ്ട്. സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് പറ്റിയത് വല്ല MBA വല്ലതും ആയിരിക്കുമേ, ഇപ്പം ബാംഗ്ലൂരൊക്കെ നല്ല MBA കോളേജ് ഉണ്ട്, വേണേ അതുവല്ലോ ഒന്ന് പോയി നോക്കുക. ഇലക്ട്രോണിക്സിൽ നിന്ന് അങ്ങനെ ഞാൻ കൊല്ലത്തൊരു ട്രാവൻകൂർ എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പം ഞാൻ കരുതി എന്നാലും എന്നാ ഒന്ന് നോക്കാം എന്നൊക്കെ പറഞ്ഞ് MBAയിലോട്ട് ചെറിയൊരു, പിന്നെ അങ്ങനെ ആ സമയത്ത് എങ്ങനെയൊക്കെ പിന്നെ വായനാശീലം വന്നു വിട്ടു. അപ്പം കൂടുതൽ ഈ ബിസിനസിനെ കുറിച്ച് അറിയാൻ തുടങ്ങിയപ്പം കുറച്ചൊരു ഇൻട്രസ്റ്റ് പിന്നെ അതിൻ്റെ അതിൽ ഇങ്ങനെ വന്നു. അങ്ങനെ പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ എങ്ങനെയൊക്കെയോ ഒരു ഓൺടർപ്രനോറിയൽ ഇഷ്ടം എവിടെയൊക്കെ വന്നു. അതെ, അതിനുശേഷം അങ്ങനെ MBAക്ക് പെർസ്യൂ ചെയ്ത് അവിടെ അങ്ങനെ ഒരു എക്കോസിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നു. അതെ, ശരിക്കും ഈ ബിസിനസ് രീതിയിലുള്ള ആ തോട്ട് പ്രോസസ്സ് കൊണ്ടുവരാനായിട്ട് ശരിക്കും ഹെൽപ്പ് ചെയ്തത് ഈ സിംബയോസിസിൽ ചെന്നതിന് ശേഷമാണ്. എൻ്റെ ആ ഒരു ഓവറോൾ അപ്രോച്ച് തന്നെ മാറി. കുറച്ചുകൂടെ ഒരു അഗ്രസീവായി, കുറച്ചുകൂടെ ഒരു എന്താണ് കോമ്പറ്റീറ്റീവായി. അപ്പം അങ്ങനെയുള്ള പല ട്രേഡ്സും എനിക്ക് കിട്ടുന്നത് ഈ സിംബയോസിസിൽ നിന്നാണ്. അവിടുന്ന് ക്യാമ്പസ് ഇന്റർവ്യൂ ആണ് ക്യാപ്ജെമിനിയിലോട്ട്. അതെ, അതൊന്ന് ക്യാമ്പസ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു പ്രീ പ്ലേസ്മെന്റ് ഓഫർ എന്ന് പറയാം. അതായത് ഈ സമ്മർ ഇന്റേൺഷിപ്പിന് ഇവർ വന്ന് ഫസ്റ്റ് ഇയറിന്റെ അവസാനം അവർ വന്ന് ഒരു കുറച്ച് കമ്പനീസ് വന്ന് ഇന്റർവ്യൂ ചെയ്തെടുക്കും. അപ്പോൾ ആ 2 മാസത്തെ നമ്മുടെ അവിടുത്തെ പെർഫോമൻസ് വെച്ചിട്ട് അവർ നമുക്കൊരു ഓഫർ തരും. അപ്പോൾ അങ്ങനെ ഈ ക്യാപ്ജെമിനിയിൽ നിന്ന് ഒരു ഓഫർ കിട്ടിയതാണ്. അപ്പം പ്ലേസ്മെന്റിന് മുമ്പ് തന്നെ ആ ഓഫർ വന്നു. അപ്പം അങ്ങനെ ആ സമയത്തൊക്കെ പിന്നെ കുറച്ചുകൂടെ ഒക്കെ ഒരു ടൈം കിട്ടി. പിന്നെ പ്ലേസ്മെന്റ് ഇരിക്കേണ്ട ആവശ്യമില്ല, നേരത്തെ തന്നെ ജോബ് ആയതുകൊണ്ട് പിന്നെ അങ്ങനെ കുറെ കൂടെ ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. ഒരു പക്ഷേ ഫുഡിലോട്ട് എനിക്കൊരു താല്പര്യം അന്നും വന്നിട്ടില്ല. പക്ഷേ ഒരു കാര്യം വളരെ ക്ലിയർ ആയിരുന്നു, എനിക്കൊരു ഓൺടർപ്രനോറിയൽ ജേർണി തന്നെ ആയിരിക്കും എന്നുള്ളത് എനിക്ക് തോന്നി. വീട്ടിലെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയായിരുന്നു? അച്ഛൻ ബിസിനസ് ആണ് ചെയ്യുന്നത്. അച്ഛന് നമുക്കൊരു ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ITI, അതായത് കേരളത്തിലെ പ്രൈവറ്റ് ITയിലെ നമ്പർ 1 IT ആയിട്ട് നമുക്ക് അവാർഡ് കിട്ടിയ IT അച്ഛനാണ് അത് റൺ ചെയ്യുന്നത്. ഭാരത് IT എന്ന് പറയും, മാന്നാറാണത്. അപ്പം ആ ഒരു നമ്മളെന്നും ഡെയിലി ഡേ ടു ഡേ ലൈഫിൽ കാണുന്നതും ഇത് തന്നെയായിരുന്നു. അപ്പം എങ്ങനെയൊക്കെയോ ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ. അപ്പം ഇത് പിന്നെ കുറച്ചുകൂടെ ഒന്ന് സ്ട്രോങ് ആയത് ഈ സിംബയോസിസ് പോയപ്പം കുറച്ചുകൂടെ ഒന്ന് സ്ട്രോങ് ആയി. പക്ഷെ അന്നും ഈ ഫുഡിലോട്ടായിരിക്കും എന്നുള്ള എനിക്ക് വലിയ ക്ലാരിറ്റി ഇല്ലായിരുന്നു. അപ്പൊ ഈ അച്ഛന്റെ ബിസിനസ്സിലോട്ട് വരണമെന്നോ അല്ലെങ്കിൽ അത്തരം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏറ്റെടുത്ത് നടക്കണം അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു? അങ്ങനെ ഒരു ചിന്തയിലോട്ട് ഞാൻ പോയില്ല. കാരണം ഒരെണ്ണം ഒരുപക്ഷെ അങ്ങനെയും പറയാം.
അവനെ കൊണ്ട് വല്ലതും നടക്കുമെന്ന് തോന്നി കാണുമായിരിക്കും. പക്ഷേ ആ സമയത്ത് ഞാനൊരു ആർട്ടിക്കിൾ വായിക്കാനിടയുണ്ടായി. ഈ വാല്യൂ ആഡഡ് പ്രോഡക്ട്സിനെ ബേസ് ചെയ്തിട്ടുണ്ട്, എങ്ങനെ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് ബേസ് ചെയ്തിട്ടുള്ള വാല്യൂ ആഡഡ് പ്രോഡക്ട്സിൽ നിന്ന് എങ്ങനെ നമുക്കൊരു പ്രോഫിറ്റബിൾ ബിസിനസ് ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ച് ഒരു സീരീസ് ഓഫ് ലേഖനം വന്നു. ഞാനത് ഇങ്ങനെ വായിക്കുകയും അപ്പം അങ്ങനെ കുറച്ച് ഇൻട്രസ്റ്റഡ്. അപ്പോൾ പിന്നീട് അതിനെ തുടർന്ന് തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡി ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഈ ചക്കയിൽ ഞാൻ വന്നു വിട്ടു. അപ്പം ചക്കയെ ബേസ് ചെയ്തിട്ട് കുറേ സ്റ്റഡീസ് ചെയ്തു. അപ്പം അങ്ങനെ ചക്കയിൽ നിന്നൊരു വീഗൻ പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പരിപാടിയൊക്കെ ആയിട്ട് ഞാൻ നടന്നു. പക്ഷെ ആ പ്രോഡക്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് വന്നെങ്കിൽ അത് ക്ലിക്കായില്ല. അപ്പോൾ ഈ സമയത്തൊക്കെ ഞാൻ വർക്ക് ചെയ്യായിരുന്നു. മോക്ക് മീറ്റ്. അതെ. അപ്പോൾ ഈ സമയത്തൊക്കെ ഞാൻ വർക്ക് ചെയ്യായിരുന്നു. അപ്പം 2 വർഷം ബാംഗ്ലൂരിൽ വർക്ക് ചെയ്തു. അതിനുശേഷം പിന്നെ ഇതിൻ്റെ സ്റ്റഡീസ് കുറച്ചുകൂടെ നടത്തണം എന്ന് തോന്നിയപ്പോൾ അവിടെ നിന്ന് ജോലിയൊക്കെ വിട്ട് നാട്ടിൽ വന്നു. നാട്ടിൽ ഞാനിവിടെ വന്ന് IBS ജോയിൻ ചെയ്തു, തിരുവനന്തപുരത്ത്. IBS ബിസിനസ് കൺസൾട്ടൻ്റായിട്ട് അവിടെ തുടങ്ങി. അപ്പം ഈ സാറ്റർഡേ സൺഡേസിൽ എൻ്റെ പരിപാടി ഇതാണ്: ട്രാവൽ ചെയ്യുക, മാക്സിമം ആൾക്കാരെ കാണുക, എങ്ങനെയെങ്കിലുമൊക്കെ കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയുക, അങ്ങനെയുള്ള പല പരിപാടികളൊക്കെ എക്സ്പ്ലോർ ചെയ്തു. അപ്പോൾ അങ്ങനെ ഈ ഈ ചക്കയിൽ വന്ന് പെടുകയും ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പിന്നെ കൂടുതൽ അതിലോട്ട് ഇറങ്ങുകയും പിന്നെ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുകയും ചെയ്തു. പക്ഷേ ആ പ്രോഡക്റ്റ് ക്ലിക്കായില്ല. കാരണം പ്രോഡക്റ്റ് ക്ലിക്ക് ആവണമെങ്കിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ഇറ്റ്സ് എ ഫുഡ് പ്രോഡക്റ്റിൽ ടേസ്റ്റ് വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. എത്ര ഹെൽത്തിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ടേസ്റ്റ് കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ അതൊരു സക്സസ്ഫുൾ ആയിട്ട് വരികയില്ല. അപ്പോൾ അങ്ങനെ അതൊരു ക്ലിക്കായില്ല. ആൾക്കാർക്ക് കാശ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. അതെ. എൻ്റെ സാലറിയിലെ മെജോറിറ്റിയിലെ എല്ലാ സേവിങ്സും ആ സമയത്ത് ഞാൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പം ഈ പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വിട്ടുകളയാൻ നമുക്ക് ഭയങ്കര പാടായിരിക്കും. പക്ഷേ അതെ കുറെ സമയം ഇതിൻ്റെ അകത്തിൽ പോയത് കൊണ്ട് പിന്നെ ഇതേന്നും പറഞ്ഞ് നടക്കില്ല നമ്മൾ. അപ്പം ഒരു ഇമോഷണൽ കണക്ട് ആവുമല്ലേ അതിനോട്? അത് തീർച്ചയായിട്ടും ഉണ്ട്. അതിപ്പോൾ ഏത് പ്രോഡക്റ്റ്സുമായിട്ടാണെങ്കിലും നമുക്ക് അങ്ങനെ ഉണ്ടാവും. അത് വിടാൻ അതുകൊണ്ട് തന്നെയാണ് അത് വിടാനായിട്ട് ഇച്ചിരി പാട് വരുന്നത്. അപ്പം ഇത് ഞാൻ ഒരുപാട് ട്രേഡ് ഷോകൾ ഈ പ്രോഡക്റ്റും കൊണ്ട് പോയി. അപ്പം എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട് ഇത് കാണുമ്പോൾ. ഓക്കെ ആ മോക്ക് മീറ്റ്, ഓക്കെ ചക്ക വെച്ചിട്ട് അതിന്റെ ആപ്ലിക്കേഷൻ എന്തായിരുന്നു? അപ്പോൾ അത് ബർഗർ ഉണ്ടാക്കുക, അല്ലെങ്കിൽ സാൻഡ്വിച്ചസ്. പിന്നെ പിന്നെ ഇത് കൂടുതലും US അല്ലെങ്കിൽ UK ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അവിടെ ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു വീഗൻ ഇപ്പോൾ അവിടെ ഒരു ട്രെൻഡാണ്. അപ്പം വീഗൻ ഇറ്റ്സ് എ ലൈഫ് സ്റ്റൈൽ ട്രെൻഡ്. അപ്പോൾ അതിനെ കോംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആയിരുന്നു ഇത്. പക്ഷേ എന്താ പറ്റുമെന്ന് പറഞ്ഞാൽ ഇതിനെ ഈ എക്സൈറ്റ്മെന്റ് ഉണ്ടാകുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. അതിനെ നമുക്കൊരു സെയിൽ ചെയ്ത് ഒരു മണിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റിയെങ്കിൽ അതൊരു ബിസിനസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം അതിന് ആ ഒരു എക്സൈറ്റ്മെന്റ് അതിനെ നമുക്ക് ഒരിക്കലും മോണിറ്റൈസ് ചെയ്യാൻ പറ്റിയില്ല. സോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എങ്ങനെയൊക്കെ ഒരു പ്രാക്ടിക്കൽ ചിന്താഗതി വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ചക്ക ചിപ്സ്. അപ്പോൾ അത് ശരിക്കും എന്താ സംഭവിച്ചത്, ഞാനൊരിക്കലും ഈ ചക്കയുടെ പ്രോഡക്റ്റുമായിട്ട് ഞാനിങ്ങനെ ട്രേഡ് ഷോയ്ക്ക് പോകുമ്പോഴേക്കും അപ്പം പോകുന്ന വഴിക്ക് ഇവിടെ അടുത്തൊരു ഹോട്ടലിൽ ഞാൻ കഴിക്കാൻ കയറി. അപ്പം ഈ എയർപോർട്ടിൽ കയറുന്നതിന് മുമ്പായിട്ട് നമ്മൾ കാശ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് എയർപോർട്ടിനകത്ത് കയറി കഴിഞ്ഞാൽ ഭയങ്കര കോസ്റ്റാണ്. അതുകൊണ്ട് പുറത്തുനിന്നാണ് കഴിച്ചിട്ട് വേണം കയറാൻ. അപ്പം അങ്ങനെ കഴിക്കാനായിട്ട് കയറിയിടത്ത് ഈ ബില്ലടയ്ക്കുന്നിടത്ത് ചിപ്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം ചക്കയുണ്ട്, ബനാനയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ചക്കക്കകത്തിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാനൊരു പാക്കറ്റ് ചക്ക ചിപ്സും മേടിച്ചുണ്ടാവുക. പക്ഷേ ഈ സാധനം ഭയങ്കര മോശമായിരുന്നു. അത് ഈ ഫ്ലൈറ്റിനകത്ത് മുഴുവൻ എനിക്ക് ഇങ്ങനെ പണി തന്നുകൊണ്ടിരുന്നു. അപ്പം പക്ഷേ അന്ന് രാത്രി ഞാൻ ബോംബെ ചെന്ന് ഇങ്ങനെ റൂമിൽ കിടക്കുന്നുണ്ടെ എങ്ങനെയൊക്കെ എൻ്റെ മനസ്സിൽ വന്ന ചിന്ത ഇതാണ്: എന്തുകൊണ്ടാണ് നമുക്ക് ശരിക്കും ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ളൊരു ചക്ക അല്ലെങ്കിൽ ബനാന ചിപ്സ് ഇല്ല? പക്ഷേ പൊട്ടറ്റോ ചിപ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ കാരണങ്ങൾ പണ്ട് നടന്നതിൻ്റെ ബേസിസിൽ ഇന്ന് അത് ഭയങ്കര വലിയൊരു ഒരു പ്രോഡക്റ്റായിട്ട് അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് പ്ലേ നടക്കുന്ന ഒരു കാറ്റഗറിയാണ് പൊട്ടറ്റോ ചിപ്സ്. അപ്പം ശരിക്കും പറഞ്ഞാൽ അന്ന് രാത്രി എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഞാൻ കിടന്ന് തിരിയുക, ഇതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുക, ഭയങ്കരമായിട്ടൊന്ന് ആലോചിക്കുകയാണ്. എന്നിട്ട് പിറ്റേന്ന് ഞാൻ ട്രേഡ് ഷോയിൽ നിൽക്കുകയാണെങ്കിൽ എൻ്റെ മനസ്സ് മുഴുവൻ ഈ ചിപ്സിനെ കുറിച്ച് ആലോചിക്കും. എന്തൊക്കെ എൻ്റെ അത് ചെയ്യാൻ പറ്റുന്നത്, എന്തുകൊണ്ടാണ് ഇതില്ലാത്തത്. അവിടെ നിന്നുകൊണ്ട് തന്നെ ഞാൻ ഗൂഗിളിലൊക്കെ ഇങ്ങനെ നോക്കുന്നു, ഫോണിൽ കൂടെ. ഏത് വർഷമായിട്ട്? ഇതൊരു 2017 അല്ല 2018 അവിടെ നിന്നുകൊണ്ട് ഞാനിങ്ങനെ സെർച്ച് ചെയ്യുകയാണ് എന്താണ് ചിപ്സിൻ്റെ അകത്തിൽ ഇതില്ലാത്തത്, ബ്രാൻഡഡ് ആയിട്ടുള്ള ആരൊക്കെ ചെയ്തു, എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ള കുഴപ്പങ്ങൾ. അപ്പോൾ അങ്ങനെ കുറച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം പിടുത്തം കിട്ടി. എന്തുകൊണ്ടാണ് ഇന്ന് വരെ ബനാന ചിപ്സോ അല്ലെങ്കിൽ ജാക്ക് ഫ്രൂട്ട് ചിപ്സോ നമ്മുടെ നാട്ടിലെന്നല്ല, ഇന്ത്യയിൽ അല്ലെങ്കിൽ പുറത്തെവിടെയും ഇതിനൊരു മാർക്കറ്റ് കൊണ്ടുവരാൻ പറ്റാത്തതിൻ്റെ മെയിൻ കാരണം, പൊട്ടറ്റോ ചിപ്സ് സക്സീഡ് ആവാനുള്ള കാരണം സ്റ്റാൻഡേർഡൈസേഷനാണ്. ഒരേ തരത്തിലുള്ള ചിപ്സ്, ഒരേ കൺസിസ്റ്റൻസി, ഒരേ ടേസ്റ്റ്, എപ്പോൾ നമ്മൾ പാക്കറ്റ് പൊട്ടിച്ചാലും ഒരേ എക്സ്പീരിയൻസ് കൊടുക്കുന്ന പ്രോഡക്റ്റ് ആയിരിക്കും ഈ ബ്രാൻഡ്. അതാണ് ഒരു ബ്രാൻഡിൻ്റെ ട്രസ്റ്റ് കൊണ്ടുവരിക എന്ന് പറയുന്നത്.
അപ്പം പണ്ടെന്നോ വെസ്റ്റേൺ കൺട്രീസിൽ ഇത് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡൈസേഷൻ ചെയ്തതിന് പിന്നെ ബാക്കിയുള്ള കൺട്രീസൊക്കെ അഡോപ്റ്റ് ചെയ്ത് പിന്നെ അതങ്ങ് വളർന്നങ്ങ് വലിയൊരു കാറ്റഗറി ആയിട്ട് മാറുക ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്റ്റഡി ആരും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു കാര്യം പിടുത്തം കിട്ടിയത് എന്തായാലും ഇതിൻ്റെ അകത്തിൽ നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തെങ്കിലേ കാര്യമുള്ളൂ. കാരണം എനിക്ക് മറ്റേ പ്രോഡക്റ്റിൻ്റെ പരാജയത്തിൻ്റെ കാര്യങ്ങൾ എനിക്കറിയാം. പ്രോഡക്റ്റ് നല്ലതാണ്, അതുകൂടാതെ ടേസ്റ്റ്, അതേപോലെ തന്നെ എക്സ്പീരിയൻസ്, ഓവറോൾ എക്സ്പീരിയൻസ്. സോ അതിൻ്റെ പുറകിനായി പിന്നെ. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ചേർന്നിട്ട് നമ്മൾ പ്രോഡക്റ്റ് സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നമ്മളൊരു ചെറിയൊരു ഇവിടെ തന്നെ നമ്മളൊരു ഫുഡ് സയൻറ്റിസ്റ്റിനെ ഹയർ ചെയ്യുകയും പിന്നെ അതിൻ്റെ പുറത്ത് ഇങ്ങനെ. അപ്പോഴും നമ്മൾ IBSൽ വർക്ക് ചെയ്യുന്നുണ്ടോ? അല്ലല്ല, ഈ സമയമൊക്കെ എത്തി കഴിയുമ്പോൾ ഞാൻ IBS വിട്ടു. കാരണം മറ്റേ പ്രോഡക്റ്റ് ഒന്ന് സീരിയസ് ആയിട്ട് ഇതിൻ്റെ പുറത്ത് നടക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ഇടയ്ക്ക് വെച്ച് IBS വിട്ടു. എന്നിട്ടാണ്. അപ്പൊ ഈ പണിയുമില്ല, നമ്മുടെ പ്രോഡക്റ്റ് തൊട്ട് ടേക്ക് ഓഫും ചെയ്തില്ല. അപ്പൊ നല്ല രസമായിരിക്കുമല്ലോ കാലഘട്ടം. അത് ശരിക്കും ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആദ്യം നല്ല ഇതായിട്ടൊക്കെ തോന്നി. പക്ഷേ ഈ സേവിങ്സ് അങ്ങനെ തീർന്നു വരണം. ഒരു സ്ഥലത്തോട് ഇങ്ങനെ കാശ് ഇങ്ങനെ ട്രെയിൻ ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിനനുസരിച്ച് റിസൾട്ടും വരാതിരിക്കുന്ന ഒരു സമയം കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഇങ്ങനെ പയ്യെ അതിൻ്റെ ഒരു റിയാലിറ്റിയിലോട്ട് വരാൻ തുടങ്ങി. അപ്പൊ കല്യാണം കഴിച്ചിരുന്നു? ആ സമയത്ത് കല്യാണം കഴിച്ചിരുന്നു. ഞാൻ ബാംഗ്ലൂർ വന്നപ്പോൾ തന്നെ കല്യാണം കഴിഞ്ഞു. അപ്പം പക്ഷേ ഞാൻ പെണ്ണ് കാണാൻ പോയപ്പോഴാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഉദ്ദേശം ബിസിനസ്സാണ്, ജോലി താൽക്കാലികമാണെന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു. അങ്ങനെയുള്ളൊരു ആദ്യം തന്നെ പറഞ്ഞതുകൊണ്ട് നല്ല ധൈര്യം കെട്ടാൻ തീരുമാനിച്ചു. പുള്ളിക്കാരിയുടെ അച്ഛനും ബിസിനസ്സിൽ തന്നെയാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു വലിയൊരു പ്രോബ്ലം ആയിട്ട് തോന്നിയില്ല അവിടെ. അപ്പം പിന്നെ അങ്ങനെ ഈ ബിസിനസ് ഞാൻ ഈ ജോലി വിടാൻ നിൽക്കുന്ന സമയത്താണ് പുള്ളിക്കാരി പ്രഗ്നൻ്റ് ആവുന്നത്. ഞാൻ പറഞ്ഞു എന്തായാലും മുന്നോട്ട് വെച്ച്, ഇനി പിന്നോട്ട് വെക്കണം, നമുക്ക് മുന്നോട്ട് തന്നെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ചക്ക ചിപ്സും ബനാന ചിപ്സുമായിട്ട് നമ്മൾ ഇറങ്ങി. ചെറിയതായിട്ടൊക്കെ നമ്മൾ ഒരു പാക്കറ്റിൽ സീത്രൂ പാക്കറ്റിലൊക്കെ ആക്കി ലേബലൊക്കെ ചെയ്ത് നമ്മൾ കൊണ്ടുവന്ന് കടകളിലൊക്കെ വെച്ച് നോക്കി. അപ്പോഴും പ്രൊഡക്ഷൻ നമ്മുടെ കേരളത്തിലാണ് ചെയ്തത്? കേരളത്തിലാണ് ഒന്നും പ്രൊഡക്ഷൻ. ആദ്യം ട്രിവാൻഡ്രത്താണ് നമ്മൾ സ്റ്റാർട്ട്. നമുക്കൊരു ചെറിയൊരു യൂണിറ്റ് പോലെ നമ്മളൊന്ന് ട്രിവാൻഡ്രത്ത് ഇട്ടു. അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നമ്മൾ ഉണ്ടാക്കി കടകളിൽ കൊണ്ടുപോകും. അപ്പൊ നമ്മൾ ഈ റോ മെറ്റീരിയൽ എങ്ങനെ സോഴ്സ് ചെയ്തു? ചക്ക എല്ലാം നമ്മൾ നാട്ടിൽ തന്നെ, എല്ലാം ലോക്കലി തന്നെ സോഴ്സ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ നമ്മൾ കുറച്ചുകൂടെ കേരളം മാത്രമല്ല, തമിഴ്നാട്ടിൽ നിന്ന് എടുക്കും, കർണാടകത്തിൽ നിന്ന് എടുക്കും, അതെല്ലാം ഉണ്ട്. പക്ഷെ അന്ന് കേരളം മാത്രമല്ല, അന്ന് നമ്മുടെ വോളിയം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. നമ്മൾ പ്രോഡക്റ്റ്. അപ്പൊ ആദ്യം ഈ പ്രോഡക്റ്റ് എവിടെയാണ് ലോഞ്ച് ചെയ്തത്? ഏത് വിപണിയിലാണ്? നമ്മൾ ട്രിവാൻഡ്രത്താണ് ആദ്യം ശരിക്കും പറഞ്ഞത്. അന്ന് ശരിക്കും അതിനെ ലോഞ്ച് എന്ന് പറയാൻ പറ്റിയില്ല. കാരണം അന്ന് നമ്മളിത് കസ്റ്റമർ ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ്. നമ്മളൊരു ചെറിയൊരു സീത്രൂ പാക്കറ്റിലൊക്കെ ആക്കി ഒരു ലേബലൊക്കെ ഒട്ടിച്ച് കൊണ്ടുവെക്കുക. ആളുകൾ തിരിച്ചറിയുന്നുണ്ടോ, ആളുകൾ ഈ പ്രോഡക്റ്റ് കഴിച്ചിട്ട് അവർക്ക് വീണ്ടും സാധാരണ ഉള്ള ഫോർമാറ്റിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ തന്നെയും ആളുകൾക്ക് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി തിരിച്ചറിയാൻ പറ്റുന്നു. ഇതൊക്കെയാണ് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യുന്നത്. അന്ന് മനസ്സിന്റെ കൂടെ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നോ? ടീം ഉണ്ടായിരുന്നോ? ആരൊക്കെയാണ്? തുടക്കത്തിൽ ഞാൻ ശരിക്കും അന്ന് ഞാനും വൈഫുമായിട്ടാണ് തുടങ്ങിയത്. പിന്നീട് എൻ്റെ കൂടെ വൈഫിന്റെ ഒരു രശ്മി. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് അന്ന് രാകേഷ് എന്ന് പറയും. പുള്ളി അപ്പോൾ ഇങ്ങനെ ഒമാനിൽ അന്ന് ഇങ്ങനെ ജോലിയൊക്കെ ഇങ്ങനെ വിട്ടിട്ട് നാട്ടിലോട്ടൊക്കെ വരണം എന്നുള്ളൊരു ആഗ്രഹത്തിലൊക്കെ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്താലും പോരെ, ഞാനിങ്ങനെ ഒരു പരിപാടി ആയിട്ട് നിൽക്കുന്നുണ്ട്, വേണമെങ്കിൽ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി. അപ്പോൾ ഞങ്ങൾ 3 പേരാണ് ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ അപ്പോൾ ഇങ്ങനെ പ്രോഡക്റ്റ് നമ്മൾ കടകളിൽ കൊണ്ടുവെക്കുക, ഫീഡ്ബാക്ക് എടുക്കുക. അപ്പോൾ ഫീഡ്ബാക്ക് നല്ല ഫീഡ്ബാക്ക് കടകളിൽ നിന്ന് വരുന്നു. അങ്ങനെ കുറച്ചുകൂടെ നമ്മളൊന്ന് സ്കെയിലപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഇല്ലില്ല, അന്ന് ബ്രാൻഡിലോട്ടൊക്കെ വരുന്നതിന് മുമ്പ് ഇനിഷ്യലി ഇപ്പം ഇത്തവണ ഞാൻ ഇച്ചിരൂടെ കരുതിയാണ് എല്ലാ കാര്യങ്ങളും നീക്കുന്നത്. കാരണം ആദ്യം കണ്ടെന്ന് കുറച്ച് കാശ് പൊട്ടിച്ചു. അപ്പോൾ ഇത്തവണ ഇറങ്ങുന്നതിന് മുമ്പായിട്ടെല്ലാം ഒന്ന് വാലിഡേറ്റ് ചെയ്യണം. കസ്റ്റമറിൻ്റെ അടുത്ത് ചെന്നിട്ട് മനസ്സിലാക്കണം പ്രോഡക്റ്റ് വിൽക്കുന്നുണ്ടോ ഇല്ലയോ. ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ കാശിറക്കാം. കാരണം കാശ് ഇപ്പൊ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന റിസർവ് ഇല്ല. പിന്നെ അച്ഛന്റെ കാശ് എടുത്തിട്ട് ഇപ്പൊ തുടങ്ങി ആ ഒരു സിറ്റുവേഷൻ എത്തി ഇപ്പം. അപ്പം ഈ ട്രിവാൻഡ്രത്ത് നമ്മൾ ചെറിയ ഫാക്ടറി ഇട്ടൊക്കെ അച്ഛന്റെ ഒരു സപ്പോർട്ടും പിന്നെ അല്ലാതെ കൂടാതെ നമ്മൾ ചെറിയൊരു ലോണും ഒക്കെ എടുത്താണ്. പിന്നെ അന്ന് നമ്മളെ SFAC സഹായിക്കുകയുണ്ടായി. നമുക്കൊരു ഗ്രാൻഡും ഒക്കെ ഇൻവെസ്റ്റ്മെന്റ് എത്ര വേണ്ടി വന്നു അതിന്? നമ്മൾ ഏകദേശം 70 ലക്ഷത്തോളം മൊത്തത്തിൽ ആ സമയത്ത് ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 70 ലക്ഷത്തോളം ആയി. പക്ഷേ ആ പ്രോഡക്റ്റ് നല്ല രീതിയിൽ വരാൻ തുടങ്ങി. പക്ഷേ ചക്കയ്ക്ക് ഒരു ചെറിയ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്ക ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ചക്കയുടെ അവൈലബിലിറ്റി ഒരു പ്രോബ്ലമാണ്. അതുകൂടാതെ പല ചക്കയും പല രീതിയിലാണ് അതിൻ്റെ ബിഹേവിയർ. പക്ഷെ അത് വലിയ കുഴപ്പമില്ല, കാരണം അതെല്ലാം പച്ചച്ചക്കയായിട്ട് എടുക്കുന്നത്. പക്ഷേ ഈ പച്ചച്ചക്കയ്ക്കകത്ത് തന്നെയും ചെറിയ ചെറിയ വ്യതിയാനങ്ങൾ വരും ചക്കയുടെ മരത്തിൻ്റെ ബേസ് ചെയ്തിട്ട്. അല്ലെങ്കിൽ അതിനൊരു ഓർഗനൈസ്ഡ് ഫാമിങ് വരണം. അങ്ങനത്തെ ഒരു ഓർഗനൈസ്ഡ് ഫാമിങ് നമുക്കില്ല. ഇന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നു അതിന്, പക്ഷെ അന്ന് അതില്ല.
അപ്പോൾ അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു കൺസിസ്റ്റൻസി, റോ മെറ്റീരിയലിന്റെ കൺസിസ്റ്റൻസിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ചിലതിന്റെ ചുളക്ക് ഭയങ്കര കട്ടിണ്ടാവും, ചിലത് നേർത്തതായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒരുമിച്ചിട്ടാണ് വറക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോബ്ലം വരുന്നുണ്ട്. പക്ഷേ ബനാനയ്ക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇല്ല. കാരണം ഓർഗനൈസ്ഡ് ഫാമിംഗ് ഉണ്ട്. നമ്മൾ ഇതിലൊരു ഫാർമറിനെ പിടിച്ചു കഴിഞ്ഞാൽ കർഷകൻ കൊണ്ടുതരുന്നതിന്റെ ബേസിൽ അതങ്ങ് പൊക്കോളും. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ അതൊരു ചാലഞ്ചായിട്ട് പെയ്യെ വരാൻ തുടങ്ങി. അപ്പം 2 പ്രോഡക്റ്റ് നമ്മൾ എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്ത് കൊണ്ടുപോയി. അപ്പം 2020 ആയ സമയത്ത് ഞങ്ങൾ ഒന്ന് ഇച്ചിരൂടെ ആ സമയത്ത് ഈ വൈഗ നടക്കുന്നത്. അപ്പം വൈഗ നടക്കുന്ന ഞങ്ങൾ ഇച്ചിരൂടെ കാശൊക്കെ ഇട്ട് നല്ല രീതിയിൽ ഒരു പാക്കറ്റൊക്കെ എടുത്ത് ഉണ്ടാക്കി ഞങ്ങൾ വൈകയിൽ കൊണ്ടുവന്ന് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഭയങ്കര ഹിറ്റായി. ഇതങ്ങ് എന്താണ്, എല്ലാവരും അവിടുന്ന് വൈകിയെന്ന് ആരൊക്കെ പോകുന്നുണ്ട് അവരുടെ ഒക്കെ കയ്യിൽ ഈ ഒരു പാക്കറ്റ് ഉണ്ടാവും. തിരുവനന്തപുരത്ത് വൈകിയല്ലേ? അല്ലല്ല, അന്ന് 2020 വൈകിയാണ് അന്ന്, അതായത് കോവിഡിന് മുമ്പ്. അപ്പോൾ അന്ന് പോകുന്നവരുടെ കയ്യിലൊക്കെ നമ്മുടെ പാക്കറ്റ് ഉണ്ടാവും. അത് അത്രയും ക്ലിക്കായി. നമ്മളിങ്ങനെ സാമ്പിൾ കൊടുത്ത് കഴിച്ച് ഇഷ്ടപ്പെടുന്ന അതിൻ്റെ മേടി അങ്ങനത്തെ ഒരു. അപ്പോൾ അതോടുകൂടി ഒരു കാര്യം ഉറപ്പിച്ചു, ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. കാരണം ഏതൊരു പ്രോഡക്റ്റും ഏറ്റവും ടഫായിട്ടുള്ള വാലിഡേഷൻ കിട്ടാൻ പാടുള്ള സ്ഥലമാണ് കേരളം. അവിടുത്തെ ആളുകൾ അംഗീകരിച്ചെങ്കിൽ ഇനിയൊന്നും നോക്കാനില്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇച്ചിരൂടെ കാശൊക്കെ ഇട്ട് നല്ല രീതിയിലൊക്കെ ഉള്ളൊരു പാക്കറ്റൊക്കെ ആക്കി നമ്മൾ പിന്നെ മാർക്കറ്റിൽ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് ഈ കോവിഡ് അടിക്കുന്നത്. അപ്പം കോവിഡ് അടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ എന്ത് ചെയ്യണമെന്നുള്ള ഒരു ഡൗട്ട് വന്നു. പക്ഷേ ഞങ്ങൾ എന്തായാലും വിചാരിച്ച് എന്തായാലും മുന്നോട്ട് ചെല്ലും. ഇനിയിപ്പം ഓൺലൈനിൽ, അപ്പം ഞങ്ങൾ ഇതിനെ എവിടെയാണ് സെല്ല് ചെയ്യാൻ പറ്റുന്നത് അതായിരുന്നു നോട്ടം. ഇങ്ങനെ ഓൺലൈനിൽ ഇറങ്ങി. അപ്പം ഇതിനു മുമ്പ് ശരിക്കും പറഞ്ഞാൽ ഈ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള മുഴുവൻ തിയേറ്ററുകളിൽ നമ്മൾ ഈ പ്രോഡക്റ്റ് കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. സിനിമ തിയേറ്ററുകളിൽ. അങ്ങനെ ട്രിക്ക് ഇതാണ്, നമുക്ക് ഈ വൈകി ക്ലിക്കായി കഴിഞ്ഞപ്പോൾ മനുകാര്യം മനസ്സിലായി. ആളുകൾക്ക് നല്ല പ്രോഡക്റ്റ് നല്ല പ്രസന്റേഷൻ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ മേടിക്കും. പക്ഷേ നമ്മുടെ പ്രോഡക്റ്റിന്റെ പ്രത്യേകത കുറച്ചുകൂടി ഒരു പ്രീമിയം ആണ്. കാരണം ഇതിനകത്തൊരു എഫേർട്ട് ഇട്ടാണല്ലോ ഇത് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തിൽ പല കാര്യങ്ങളും ക്രൈറ്റീരിയകളും മാച്ച് ചെയ്താണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് ഉണ്ടാക്കാനുള്ളത് ഇച്ചിരി കൂടും. ഓട്ടോമാറ്റിക്കലി അത് കൂടും. കാരണം നമ്മൾ ഓയിൽ ചെക്ക് ചെയ്യണം. സാധാരണ ഉള്ള ചുമ്മാ ഏതൊരു ഓയിൽ എടുത്ത് പറ്റിയ നല്ല ഓയിൽ വേണം, നല്ല ബനാന ക്വാളിറ്റി നോക്കി വേണം. അങ്ങനെ ഓട്ടോമാറ്റിക്കലി ആ പ്രൈസ് കൂടിയ ഒരു പ്രോഡക്റ്റായിട്ട് വരും അവസാനം. അപ്പോൾ ഇത് പ്രീമിയം പ്ലേസസിൽ എവിടെയൊക്കെ വെക്കാൻ പറ്റും നോക്കിയുള്ള 1 എയർപോർട്ട്, പിന്നെ 2 തിയേറ്ററുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്, നമ്മളൊരു എൻ്റർടൈൻമെൻറ്റ് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അവിടെ പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ പ്രൈസ് അല്ല അവിടെ നോക്കുന്നത്, നോക്കത്തില്ല. കാരണം നല്ല സാധനം എൻജോയ്മെൻറ്റ്, ആ എൻ്റർടൈൻമെൻറ്റിന് കോംപ്ലിമെൻറ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനം കയ്യിൽ വേണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ 2-3 പിന്നെ അതുപോലെ 3 സ്റ്റാറും 5 സ്റ്റാർ ക്ലാസിഫൈഡ് ഹോട്ടൽസ് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെയാണ് ഈ പ്രീമിയം പ്രോഡക്റ്റിന്. അപ്പോൾ ഈ സംഭവങ്ങൾ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഞങ്ങളൊരു ഒരു സെയിൽസ് പരിപാടികൾ അങ്ങ് തുടങ്ങി. അത് നന്നായിട്ട് അങ്ങ് വർക്കൗട്ട് ചെയ്തു. അങ്ങനെ നല്ല ഒരുപാട് തിയേറ്ററുകൾ നമ്മൾ ഈ എന്താണ് കേരളത്തിലുള്ള മെജോറിറ്റി തിയേറ്ററുകൾ നമ്മളൊന്ന് പ്ലേസ് ചെയ്തു. പിന്നെ ട്രിവാൻഡ്രത്തൊക്കെ ഉള്ള മേജർ ഹോട്ടൽസ്, പിന്നെ അത് കൂടാതെ എയർപോർട്ട്സ്, അങ്ങനെ എല്ലായിടത്തും നമ്മളിങ്ങനെ പ്ലേസ് ചെയ്തൊക്കെ ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഇനിയിപ്പം റീറ്റെയിലോട്ട് എൻട്രി ചെയ്യാനായിട്ടുള്ള അപ്പം റീറ്റെയിലിൽ എനിക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു, കേരളത്തിൽ ആദ്യം തന്നെ റീറ്റെയിൽ എൻട്രി ചെയ്യാനായിട്ടൊരു താല്പര്യക്കുറവുണ്ടായിരുന്നു. കാരണം പ്രൈസ് ഇച്ചിരി കൂടുതലാണ്. പ്രൈസ് സെൻസിറ്റീവ് ആകാത്ത മാർക്കറ്റ് കൂടുതലും മെട്രോസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ബാംഗ്ലൂരിലൊക്കെ നോക്കാമെന്നൊക്കെ ഉള്ള ഒരു പരിപാടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ കോവിഡ് വരുന്നത്. അപ്പോൾ കോവിഡ് വന്നപ്പം പെട്ടെന്ന് തന്നെ ഞങ്ങളങ്ങ് സെല്ല് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഏതൊക്കെ ഉണ്ടെന്ന് നോക്കി. അപ്പോൾ അത് നോക്കിയപ്പം ഓൺലൈൻ എല്ലാ സ്ഥലങ്ങളും ഉണ്ട്. അപ്പം ഓൺലൈനിലോട്ട് പെട്ടെന്ന് നമ്മൾ ലോഞ്ച് ചെയ്തു. ലോക്ക്ഡൗൺ ലിഫ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ ഓൺലൈനിൽ അങ്ങ് ആക്റ്റീവായി. നമ്മൾ ഓണായിട്ടുള്ള ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആയിരുന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും? അന്ന് ഓണായിട്ടുള്ള ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിനെ കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. കാരണം അവിടുന്ന് നമുക്ക് ഒരുപാട്, ശരിക്കും പറഞ്ഞാൽ ഓണായിട്ടുള്ള ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഒരുപാട് ക്യാഷ് ഇറക്കി മാർക്കറ്റ് ചെയ്തെങ്കിലേ ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. പക്ഷേ നല്ലൊരു വോള്യൂം കിട്ടുന്ന പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ, ആമസോൺ, ഫ്ലിപ്കാർട്ട്, അവിടെയൊക്കെ ആളുകൾ വാങ്ങണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി പോകുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അത് ഈസിയാണ് അവിടെ കൺവേർട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ ലിസ്റ്റ് ചെയ്തു, ആമസോൺ, ഫ്ലിപ്കാർട്ടിൽ. ഇതങ്ങ് ക്ലിക്കായി. എല്ലാവരും 2 കാര്യങ്ങൾ ആ സമയത്ത് ഉണ്ടാകുന്ന വെച്ചാൽ പ്രോഡക്റ്റ് നല്ല പാക്കേജിങ്, ഹൈജീനിക്കലി പ്രിപ്പയർഡ്, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഫാക്ടർ വരുന്നുണ്ട്. ഈ കോവിഡ് സമയത്ത് ആളുകൾ കുറച്ചുകൂടെ ഒന്നൊരു കുറച്ച് പിന്നിക്കായിരുന്നു. അതെ, അവർക്ക് ഈ കാര്യങ്ങളൊക്കെ അന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്ന സമയത്ത് നമ്മളായിരുന്നു അതിനൊക്കെ കോംപ്ലിമെൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ്, അവിടെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ഫോർ ബനാന ചിപ്സ്. അപ്പോൾ ഇത് ശരിക്കും ക്ലിക്കായി. ആ സമയത്ത് നല്ല രീതിയിൽ അത് സെയിലായി. നമ്മൾ നമ്പർ 1 സെല്ലറായി ആമസോൺ, ഫ്ലിപ്കാർട്ടിലും ഒക്കെ. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്പർ 1 സെല്ലറായി. നല്ല രീതിയിൽ അത് ഇങ്ങനെ വരികയാണ്. ഇപ്പം ഗ്രോത്ത് എനിക്ക് ഇപ്പം എന്താണ്, നമുക്ക് കൂടുതലും ഡേറ്റ വന്നു തുടങ്ങി. എവിടെയൊക്കെ സെല്ല് ചെയ്യാൻ പറ്റുന്നുണ്ട്, എന്തുകൊണ്ട് ഇത് സെല്ലാവുന്നു, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവാൻ തുടങ്ങി. അപ്പം എന്താണോ വർക്ക് ചെയ്യുന്നത് നമ്മൾ കൂടുതൽ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് ഒരു നമ്മൾ എന്താണോ വർക്ക് ചെയ്യുന്നത് അത് നമ്മൾ കൂടുതൽ, എന്താണ് വർക്ക് ചെയ്യാത്ത നമ്മളത് ചെയ്യത്തില്ല. അപ്പം കൂടുതൽ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ അന്ന് പിന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉള്ളു താനും, ഈ റീറ്റെയിൽ ഇല്ല, അന്ന് എല്ലാം അടച്ച് കിടക്കുകയാണ്. അപ്പം ഫണ്ട്
വേണം. കാരണം കയ്യിലുള്ള ഫണ്ട് തീർന്നു. ഇപ്പോൾ ഉള്ളത് വെച്ചിട്ട് ചെറിയ ചെറിയ ഗ്രോത്ത് മാത്രമേ പറ്റത്തുള്ളൂ. നമ്മുടെ ഉദ്ദേശം മാക്സിമം സ്പീഡിൽ ഇതിനെ എല്ലായിടത്തും എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫണ്ടിന് വേണ്ടി നോക്കി തുടങ്ങി. അപ്പോൾ അങ്ങനെ ആദ്യം നമ്മളെടുത്ത് 100x VC എന്ന് പറഞ്ഞൊരു ബോംബെ ബേസ്ഡ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വെഞ്ചർ ക്യാപിറ്റൽ കമ്പനിയാണ്. അപ്പം അവരിങ്ങനെ ഇൻട്രസ്റ്റ് കാണിച്ചു. അപ്പോൾ എനിക്കൊന്ന് അതിന് മുമ്പായിട്ട് ഞാൻ ഓൾമോസ്റ്റ് ഒരു 15-16 പിച്ചിങ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊന്നും സക്സസ്ഫുൾ ആയില്ല. കാരണം ഇതൊരു ട്രഡീഷണൽ പ്രോഡക്റ്റ് ആണ്. ബനാന ചിപ്സ് എങ്ങനെ എത്ര സക്സസ്ഫുൾ ആവുന്നത്, എന്തുകൊണ്ട് ഇത്ര നാളെ സക്സസ്ഫുൾ ആയില്ല, അങ്ങനെയുള്ള പല കൺസേൺസ് കിട്ടാതെ ഒരു മനസ്സിന് എന്ത് തോന്നും? ഒന്നും തോന്നാനില്ല. ആദ്യമൊക്കെ വിഷമം തോന്നായിരുന്നു, പിന്നെ ഇതൊരു ശീലമായി. അത് ആദ്യത്തെ 2-3 തവണ ഒക്കെ നമുക്ക് എന്തുകൊണ്ട് റിജക്ഷൻ ആയി, ഇത് വർക്കൗട്ട് ആവില്ല എന്നൊക്കെ ഉള്ള തോന്നലൊക്കെ വരും. പക്ഷെ പിന്നെ അതങ്ങ് ഓക്കെ ആവും. പിന്നെ പക്ഷേ ഇതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ ഈ ഇത്രയും പേര് റിജക്റ്റ് ആകുന്ന സമയത്ത് ഇവർ ചോദിച്ച ചോദ്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ കിടക്കുകയാണ്. ഇതിനൊക്കെ ഉത്തരങ്ങൾ എന്താണ്? നമ്മൾ പലപ്പോഴും ആദ്യം ഡയറക്റ്റ് ഇൻട്രാക്ഷൻ നടക്കുന്ന സമയത്ത് ഉത്തരങ്ങൾ ഇതിന് പെർഫെക്റ്റ് ഉത്തരങ്ങൾ കാണത്തില്ല. പക്ഷേ ഇൻട്രാക്ഷൻ കഴിഞ്ഞ് നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഇതിന് പറ്റിയൊരു ഉത്തരം കിട്ടുന്നത്. അപ്പം ഇങ്ങനെ ഉത്തരങ്ങളെല്ലാം നമ്മളിങ്ങനെ കൂട്ടി വെച്ചേക്കാണ്. അങ്ങനെ ഒരു 10-15 ഇൻ്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞപ്പം എൻ്റെ ഉത്തരങ്ങൾക്കൊക്കെ നല്ലൊരു പോളിഷ്നെസ് വന്നു. അപ്പം അങ്ങനെ ഈ 100x ആയിട്ടുള്ള മീറ്റിംഗ് കഴിഞ്ഞു. അവർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നി. പ്രോഡക്റ്റ് അയച്ചു കൊടുത്തു, ഇഷ്ടപ്പെട്ടു. ബിസിനസ് പ്ലാൻ എന്തൊക്കെയാണെന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ ഒരു വിഷൻ പറഞ്ഞു, അതും ഇൻട്രസ്റ്റഡ്. അവരെന്നെ ബോംബെയിലോട്ട് വിളിച്ചു. അപ്പം അങ്ങനെ കോവിഡിൻ്റെ ഇടയ്ക്ക് നേരെ ബോംബെക്ക് പോയി. അപ്പോൾ അവരുമായിട്ടൊരു ദിവസത്തെ ഒരു ഹാഫ് ഡേ ഇൻട്രാക്ഷൻ. ഒരു 5 മെമ്പർ ടീമാണ്. അവർ 5 പേരോട് ഇരുന്ന് ചോദ്യങ്ങളൊക്കെ ചോദിച്ച കാര്യങ്ങളെല്ലാം. അപ്പോൾ അന്ന് വൈകുന്നേരം അപ്പോൾ അവരൊരു പറഞ്ഞു ഞങ്ങൾ മുന്നോട്ട് പോകാണ്. ഒരു ടേം ഷീറ്റ് തന്നു. ഒരു മാസത്തിനുള്ളിൽ തന്നെ അവർ നമുക്ക് ഫണ്ട് തന്നു. ആ ഫണ്ട് വെച്ചിട്ട് ആദ്യത്തെ ഫണ്ട് 25 ലക്ഷം. അങ്ങനെ അവിടെ നിന്നാണ് പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിക്കും അഗ്രസീവായിട്ട് പിന്നെ പുഷിങ് തുടങ്ങി അവിടെ നിന്നാണ്. ആ 25 ലക്ഷം വെച്ചിട്ട് ഞങ്ങൾ ശരിക്കും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നല്ല രീതിയിൽ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അവിടെ അതങ്ങിട്ട് ശരിക്കും അങ്ങ് പബ്ലിഷ് ചെയ്തു. പ്രോഡക്റ്റിനെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്തു. അപ്പം നല്ല ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഈ 100x തന്നെ നമ്മൾ അവരുടെ ഒരു പിച്ച് ഫെസ്റ്റ് നടത്തും. അവിടെ നമുക്കിന്ന് പിച്ച് ചെയ്യാം. അപ്പോൾ ഇത്തവണ നമ്മൾ കുറച്ചുകൂടെ പ്രിപ്പയർഡ് ആയിട്ടൊക്കെ പോയി. അപ്പോൾ അങ്ങനെ അതിലൂടെ നമ്മളൊരു നല്ലൊരു എമൗണ്ട് റേസ് ചെയ്തു. അവിടെ നമ്മൾ ഏകദേശം ഒരു 1.5 കോടി അതിൻ്റെ അന്ന് റേസ് ചെയ്തു. അപ്പോൾ അതുകൂടെ ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ ബിഗ് ബാസ്ക്കറ്റിൽ എൻ്റർ ചെയ്തു. ഗ്രോഫേഴ്സ് ഇന്നിപ്പോൾ ബ്ലിങ്കിറ്റ് എന്ന് പറയാം, അന്ന് ഗ്രോഫേഴ്സിൽ വന്നു. അപ്പോൾ റീറ്റെയിലോട്ട് വീണ്ടും എൻ്റർ ചെയ്യാനൊക്കെ ഉള്ള ഒരു പരിപാടിയിൽ നിൽക്കുന്ന സമയത്ത് ഈ കോവിഡ് സെക്കൻഡ് വേവ് വരുന്ന സമയത്ത് അതുകൊണ്ട് ആ പ്ലാൻ വീണ്ടും നമ്മൾ മാറ്റിവെച്ചു. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ഷാർക്ക് ടാങ്കിൻ്റെ ന്യൂസ് വരുന്നത്. പിന്നൊന്നും നോക്കിയില്ല, അപ്ലൈ ചെയ്തു. ഷാർക്ക് ടാങ്കിൽ വന്ന് അവിടുന്ന് ഒരു 50 ലക്ഷം രൂപ 25 ലക്ഷത്തിന്റെ 2 ചെക്ക് ഭാരത് പേയുടെ ആള്. അതെ, ഭാരതയിലെ അമൻ ഗുപ്തയുടെ കൂടെ അതിന്റെ കൂട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ അമൻ ഗുപ്ത ഈ ഡീല് നടന്നു കഴിഞ്ഞ് കുറച്ച് നാൾ ഒരു ഡ്യൂ ഡിലിജൻസ് ഉണ്ടാവും. ഒരു മാസത്തോളം ഡ്യൂ ഡിലിജൻസ് ഉണ്ട്. അവർ നമ്മുടെ ഡേറ്റ കളക്ട് ചെയ്യും, നമ്മൾ ചെയ്യുന്ന രീതിയെല്ലാം ഒന്ന് അനലൈസ് ചെയ്യും. അതിനകത്ത് തന്നെ അവർ ചോദ്യം ചോദിക്കുന്നുണ്ടല്ലോ, എവിടെ നിന്നാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് കിട്ടുന്നത്? ബിസിനസ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് മുഴുവൻ അവർ അവിടെ ചോദിക്കും. പക്ഷെ അത് മാത്രമല്ല, ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞതിനെ അവർ വാലിഡേറ്റ് ചെയ്യും. നമ്മുടെ മുഴുവൻ ഡേറ്റ എടുക്കും. അവരുടെ ഒരു ഡ്യൂ ഡിലിജൻസ് ടീമുണ്ട്, ഫൈനാൻഷ്യൽ ഡ്യൂ ഡിലിജൻസ് ടീം വന്നിട്ട് ഇത് മുഴുവൻ അനലൈസ് ചെയ്യും. പിന്നെ ഒരു ലീഗൽ ടീം വന്നിട്ട് അതിന് കുറച്ച് ക്ലോസസ് ഒക്കെ വെച്ചിട്ടാണ് ഒരു ഫോമൽ എഗ്രിമെൻ്റ് ആക്കിയതിന് ശേഷമാണ് നമുക്ക് പൈസ തരത്തുള്ളൂ. അങ്ങനെ പൈസ ശരിക്കും തരുന്ന സമയത്ത് അവൻ്റെ കോഫൗണ്ടർ ആയിരുന്നു സമീർ. പുള്ളിയും നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പുള്ളി അവർ രണ്ടും കൂടെ ഒരുമിച്ചാണ് വന്ന് ഇൻവെസ്റ്റ്. അങ്ങനെ അമൻ, അഷ്നീറും സമീറും കൂടെയാണ് നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്തത്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് നല്ല ഇവരൊക്കെ ഇങ്ങനെ വരുമ്പോഴേ സാധാരണ നമ്മുടെ സംരംഭകർക്ക് ഇങ്ങനെ ഫണ്ട് തേടണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ പലർക്കും ഇങ്ങനെ പിച്ച് ചെയ്ത് ഫണ്ടൊന്നും എടുക്കാൻ പറ്റാറില്ല. മാനസ് എന്ത് ഹോംവർക്കാണ് സ്വന്തം സംരംഭത്തിൽ ചെയ്തത് എന്ന് വെച്ചാൽ ഇതിനെ ഫണ്ടൊക്കെ കൊണ്ടുവരണമല്ലോ. മാനസിന് എന്തായാലും ഫണ്ട് ആവശ്യമുണ്ട്. ഗ്രോത്ത് ഭയങ്കര സ്വപ്നവുമാണ്. അപ്പൊ ഒരുപാട് ഹോംവർക്ക് സ്വന്തം സംരംഭത്തിൽ നടത്തിയിട്ടുണ്ടാവില്ലേ? എന്താ ചെയ്തത്? ഇപ്പൊ അവരൊക്കെ ചോദിക്കും ഇതൊക്കെ കൊടുക്കണ്ടേ എടുത്ത്, എന്താണ് ചെയ്തത്? ശരിക്കും ആദ്യം നമ്മൾ ഈ പിച്ചിന് പോകുമ്പം നമ്മുടെ തന്നെ കുറേ റോങ് അസംഷൻസുമായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം പിച്ചിന് ശരിക്കും ഇരുന്ന് കഴിയുമ്പോഴാണ് നമ്മളൊരു PPT ഒരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കും. അതിൻ്റെ അകത്തിൽ നമ്മൾ ഭയങ്കര വലിയ സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ അതിപ്പോഴും ഞാൻ ആലോചിക്കുന്നത്. ഞാൻ ഈ 100xൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ചക്കയൊക്കെ വെച്ചേക്കുക. ചക്കയെക്കുറിച്ചുള്ളൊരു പ്രൊജക്ഷൻ, ബനാനയുടെ ഒരു പ്രൊജക്ഷൻ. ഈ പുള്ളി ഇതെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പം കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പുള്ളി തന്നെ എന്നോട് ചോദിച്ചു, ഈ ചക്ക എന്താണ് ഈ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തിനാ ഈ ചക്ക നേരെ വർക്ക് ചെയ്യുന്നുണ്ടോ ഇപ്പം? ഞാൻ പറഞ്ഞു ചക്ക ഇപ്പം ശരിക്കും അങ്ങോട്ട് വർക്ക് ചെയ്യുന്നില്ല, ഇനി വർക്ക് ചെയ്യാനുണ്ട് കുറച്ചുകൂടെ.
പുള്ളി പറഞ്ഞു ഇവനെന്തിനാ കിടന്ന് ചക്ക ചക്ക നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു. കത്തി നല്ല രീതിയിലൊരു സംഭവം വർക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ അകത്ത് അങ്ങ് പിന്നെ അത് പറഞ്ഞാൽ പോരെ. അതിൻ്റെ അകത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതല്ലേ നല്ലത് എന്നുള്ളതാണ് പുള്ളി ഉദ്ദേശിച്ചത്. അപ്പോൾ ശരിക്കും ഇതിനെ ബിസിനസ് ടേംസിൽ നമ്മൾ എന്താണ്, റിസോഴ്സസ് എവിടെയാണോ വർക്ക് ചെയ്യുന്നത് നമ്മൾ അവിടെയാണ് കൂടുതൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എവിടെ നിന്ന് നല്ല രീതിയിൽ കിട്ടുന്നു അവിടെ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് ഈ ചക്ക നമ്മൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കുന്ന ആ സമയത്ത് 100x ശേഷമാണ് നമ്മൾ കംപ്ലീറ്റ്ലി ചക്ക മാറ്റി വെച്ച് ഫുൾ ഫോക്കസ് ബനാന ചിപ്സിലോട്ട് വരുന്നത്. പക്ഷെ അന്നും ഈ ഞാൻ പറഞ്ഞില്ല, ഈ 100x ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ഇൻവെസ്റ്റേഴ്സിനടുത്ത് പിച്ചിങ്ങിന് പോകുമ്പം നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഒരു PPT അതിൻ്റെ അകത്തിൽ എൻ്റെ ആ PPT കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഇന്ന് ഒരു നാണം വരും. അത്തരത്തിലുള്ളൊരു PPT ആയിരുന്നു അത്. അതുമായിട്ട് പോയി പ്രസൻറ്റേഷനൊക്കെ ചെയ്യും. പക്ഷേ ഓരോ തവണയും ചെല്ലും തന്നെ നമ്മുടെ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കത്തില്ല അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അവർ ചോദിക്കുന്ന ചോദ്യത്തിന് പകുതി മുക്കാൽ ചോദ്യത്തിന് നമ്മുടെ ഉത്തരം തന്നെ കാണത്തില്ലായിരിക്കും. പക്ഷേ എന്താണ് ഓരോ തവണത്തെ മീറ്റിംഗ് കഴിയുമ്പോഴും നമ്മൾ കുറച്ച് ഇമ്പ്രൂവ് ആയി അങ്ങനെ ഒരു 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 10 ഇൻ്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രസൻറ്റേഷനും മെച്ചപ്പെട്ടു, എൻ്റെ ആൻസറുകൾ മെച്ചപ്പെട്ടു. അതിനേക്കാൾ ഉപരി ഇവരെങ്ങനെ ചിന്തിക്കും എന്നുള്ളതും കൂടെ കുറച്ച് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചു. അപ്പോൾ അതിൻ്റെ ബേസിസിൽ നമ്മൾ പിന്നെ പ്രസൻറ്റേഷൻ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഹോംവർക്ക് ചെയ്തു പക്ഷെ അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ, അതുകൊണ്ട് ഗുണമുണ്ടായില്ല. പക്ഷെ അതുമായിട്ട് ചെന്ന് പിച്ച് ചെയ്ത് ഇവരുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൻ്റെ നിന്ന് നമ്മൾ തിരിച്ച് ഇതിൻ്റെ അകത്തിലോട്ട് വീണ്ടും റീവർക്ക് ചെയ്ത് അതുകൊണ്ടാണ് ഒരു ഗുണം ഉണ്ടായത്. ലേണിംഗ് പ്രോസസ്സും അൺലേണിംഗും ലേണിംഗും ഒക്കെ ഉണ്ട്. അതെ ഈ അതൊരു ഇവോൾവിംഗ് പ്രോസസ്സാണ്. അത് ഏതൊരു ഓൺടർപ്രനറുടെ ജീവിതത്തിലും അതാണ് ഒരു എക്സൈറ്റിംഗ് ഫേസ്. നമ്മൾ ആ മൊമെന്റിൽ നമുക്കതൊരു എക്സൈറ്റ്മെന്റ് ആയിട്ട് തോന്നുന്നില്ല, കാരണം അന്നേരം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അതൊരു എക്സൈറ്റ്മെന്റ് ആയിട്ട് നമുക്ക് തോന്നത്തില്ല. പക്ഷേ ഇപ്പം ഇന്ന് തിരിഞ്ഞു നോക്കുന്ന ഞാൻ പറയും, ആ PPTയും എൻ്റെ ഇന്നത്തെ PPT നോക്കുവാണെങ്കിൽ ബിഗ് ഡിഫറൻസ്. അന്നേരം സങ്കടമൊക്കെ തോന്നുമായിരുന്നോ? സങ്കടം തോന്നുന്നു. ഇപ്പം കുറെ ചില ആളുകൾ മുഖത്തൊക്കെ പറയും ഇതൊക്കെ നടക്കുന്ന കേസാണോ എന്നൊക്കെ അങ്ങനെയൊക്കെ തോന്നുമ്പോൾ നമ്മൾ വിചാരിക്കും, നമ്മൾ തന്നെ നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങും. ഇത് ചിലപ്പോൾ നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യുമേ. പക്ഷെ പിറ്റേന്ന് രാവിലെ ആവുന്ന ഇതൊക്കെ മറന്നു വെച്ച് വീണ്ടും നമ്മൾ ചിപ്സ് വിൽക്കാൻ ഇറങ്ങുമല്ലോ, പിന്നെ അതൊക്കെ അങ്ങ് മാറും. പിന്നെ അപ്പോൾ പിന്നെ ഇത് ഷാർട്ട് ടാങ്ക് കഴിഞ്ഞപ്പോൾ ആശ്വേറും അങ്ങനെ പോലെയുള്ള കുറച്ച് സമീറൊക്കെ പോലെയുള്ള ആൾക്കാരൊക്കെ അവർ നമ്മുടെ ബോർഡിലോട്ട് വന്നു. എങ്ങനെയാണ് അതൊക്കെ, ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു അതിന്? സോ അവർ നമ്മുടെ ബോർഡിൽ വന്നില്ല, പക്ഷെ അവരുടെ ഇൻട്രാക്ഷൻസ് നമുക്ക് ഉണ്ടായിരുന്നു. അതൊരു കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്ററാണ് നമ്മുടെ. ശരിക്കും ഇവർ വരുന്നു എന്ന് കാണുമ്പോൾ തന്നെ നമ്മുടെ ശരിക്കും അവരുടെ ഒരു വാലിഡേഷൻ, 100x വന്നപ്പോൾ തന്നെ നമുക്ക് ആ ഒരു വാലിഡേഷൻ വന്നു. പിന്നെ അതിനുശേഷം ഈ അമൻ അല്ലെങ്കിൽ അഷ്നീർ ഇവരെ പോലുള്ള എന്താണ് സ്റ്റാർട്ടപ്പ് രീതിയിൽ തുടങ്ങി വലിയ കമ്പനികൾ ഉണ്ടാക്കിയ ആളുകൾ ഈസ് ലുക്കിംഗ് അറ്റ് എ കമ്പനി ലൈക്ക് അസ്. അതൊരു വാലിഡേഷൻ, അതൊരു കോൺഫിഡൻസ് ആയിരുന്നു നമുക്ക്. അപ്പോൾ ഇവർ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയി. പിന്നെ എന്താണ് ഇവരുടെ ഇൻപുട്സ്, ഇവരുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ ഓൾറെഡി ദേ ആർ ഓൾ വെരി ബിസി. അവർക്ക് അങ്ങനെ ഒരു ടൈം നമുക്ക് തരാനായിട്ടില്ല. പക്ഷെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങോട്ട് ചെന്ന് കഴിയുന്ന തന്നെ അവർ നമ്മളെ അങ്ങനെ ഒഴിവാക്കും. നല്ല സപ്പോർട്ടായിരിക്കും. അങ്ങനെ രണ്ടുപേരും, അമ്മനൊക്കെ എന്ന് പറഞ്ഞാൽ കൂടുതലും മാർക്കറ്റിംഗ് രീതിയിൽ ചിന്തിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഇവിടെ ബ്രെയിൻ തന്നെ മാർക്കറ്റിംഗ് രീതിയിലുള്ളൊരു ആ ബ്രെയിൻ പോകുന്നത് തന്നെ ആ രീതിയിലാണ്, തോട്ട് പ്രോസസ്സ് തന്നെ പോകുന്നത് അങ്ങനെയാണ്. പക്ഷേ അഷ്നീർ ഈസ് ഡിഫറെൻറ്റ്. അഷ്നീർ കുറച്ചുകൂടെ ഓർഗനൈസേഷൻ ലെവൽ കേപ്പബിലിറ്റിയാണ് കൊണ്ടിരുന്നത്. എന്താണ് ചെയ്യേണ്ടത്, എന്ത് ചെയ്താലാണ് കമ്പനി ഗ്രോ ആകുന്നത് ഓവറോൾ. പിന്നെ ഈസ് വെരി ഫാസ്റ്റ്, വെരി അഗ്രസീവ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് അഡ്വാൻസ്. അപ്പോൾ നമ്മളെന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ മിനിറ്റ്സ് ഫസ്റ്റ് ഇമെയിൽ പോകും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളെ ഫോളോ അപ്പ് ചെയ്ത് ചോദിക്കും. അമ്മനീസ്, ഞാനിപ്പോഴും ആൾക്കാരടുത്ത് പറയാറുണ്ട്, അഷ്നീർ ഒരു സീനിയറെ പോലെയാണ്, കോളേജിലെ സീനിയർ ഇല്ലേ. പക്ഷേ അമനെന്ന് പറയുന്നത് എന്താണ് എൻ്റെ തൊട്ടപ്പുറത്തിരുന്ന് എൻ്റെ ബെഞ്ചിൽ ഷെയർ ചെയ്യുന്ന അങ്ങനത്തെ ഒരു ഫീലാണ് നമുക്ക് വരുന്നത്. ബട്ട് അവർക്ക് രണ്ടുപേർക്കും അവരുടേതായ വാല്യൂ അഡീഷൻ നമുക്ക് നമ്മുടെ കമ്പനിയിൽ ഉണ്ടായിട്ടുണ്ട് ത്രൂ ഔട്ട്. അമൻ കൂടുതലും മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഹാക്സ്, ഇതെങ്ങനെ നമുക്ക് ഇതെങ്ങനെ ചെയ്യാൻ പറ്റും. അഷ്നീർ കുറച്ചുകൂടെ ഒരു സീരിയസ് ലെവലിലൊക്കെ യു ഷുഡ് ഡു ദിസ്, അങ്ങനത്തെ ഒരു അപ്രോച്ച്. ഈ ബിയോണ്ട് സ്നാക്ക് എന്ന് പറഞ്ഞ ആ ബ്രാൻഡ് എപ്പോഴാണ് വന്നേ, എങ്ങനെയാ ഒരു ബ്രാൻഡിലോട്ട് വന്നത്? അത് ഈ 2018 സമയത്ത് തന്നെ എൻ്റെ മനസ്സിൽ ഈ ബിയോണ്ട് സ്നാക്ക് എന്നുള്ള പേരിൽ തന്നെ നമ്മൾ ട്രേഡ് മാർക്ക് അന്ന് കൊണ്ടുവന്നു. കാരണം ആ പേരിലോട്ട് എത്തിയത് എത്താനുള്ള കാരണം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉദ്ദേശം അന്ന് ഈ കുറച്ച് ഈ ഏതൊരു ഓൺടർപ്രണർ, എനിക്ക് ഏതൊരു ഓൺടർപ്രണറിനും അങ്ങനെ ആണോ എന്നറിയത്തില്ല, എനിക്കെന്താണെന്ന് വെച്ചാൽ തുടക്കത്തിലാണ്ട് കുറച്ചൊരു ഫിലോസഫിക്കൽ ചിന്ത ഒക്കെ വരുമല്ലോ നമുക്ക്. ഇത് ബിസിനസ് മാത്രമല്ല, ബിസിനസ്സിനേക്കാൾ ഉപരി ഇത് ഭയങ്കര സംഭവമാണെന്നൊക്കെ ഉള്ള രീതിയിൽ. അപ്പം നമ്മളന്ന് ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഒരു സ്നാക്ക് കമ്പനിയായിട്ട് മാത്രം നിർത്തുക എന്നുള്ളതല്ല, ഇതിനുപരി ഫാർമേഴ്സുമായിട്ടുള്ള സപ്പോർട്ട്, റൂറൽ എംപവർമെൻറ്റ്,
ഇങ്ങനെയുള്ള പല കുറെ back end സംഭവങ്ങളൊക്കെ കുറേ ഉണ്ടായിരുന്നു. ചിന്തകൾ. അപ്പൊ ഇതൊക്കെ വെച്ചുകൊണ്ട് ഇതിനൊരു ഇപ്പം നമ്മുടെ സ്റ്റോറി ടെല്ലിങ് നറേറ്റീവ് എങ്ങനെ ഇവഞ്ച്വലി ഇന്നല്ല 10 വർഷം കഴിഞ്ഞ് ബിസിനസ് വലുതായി കഴിയുന്നുണ്ടെങ്കിൽ നമ്മളെ ആളുകൾ കാണേണ്ടത് ഒരു സ്നാക്ക് കമ്പനിയായിട്ട് മാത്രമല്ല, ഒരു സംഭവബഹുലമായ ഒരു കഥ വേണം. അതായത് അതിനേക്കാൾ ഉപരി സമൂഹത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കമ്പനിയാണെന്നുള്ള ഒരു ഫീല് വരുത്തണം. അങ്ങനെയുള്ള പല ഉദ്ദേശത്തിലാണ് അന്ന് തുടങ്ങിയത്. പക്ഷേ ഈ ബിസിനസിന്റെ ആക്ച്വൽ രീതിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇതിലൊന്നും വലിയ കാര്യമില്ല. ഇതിനേക്കാൾ ഉപരി ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, വളരെ ചെറിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫണ്ടമെന്റൽസിലാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് മനസ്സിലായി. പക്ഷെ അന്ന് ആ പേരിട്ടത് ഇന്ന് എനിക്കിപ്പോൾ തോന്നുന്നു നന്നായി. നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങനത്തെ പ്ലാനിലുണ്ട്, അതൊക്കെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. സോ അന്ന് ആ പേരിടാനുള്ള കാരണം അത് തന്നെയാണ്. സ്നാക്സ് എന്നുള്ളൊരു കമ്പനി, ഇറ്റ്സ് സംതിങ് ബിയോണ്ട് എന്നുള്ളത് പറയാനായിട്ട് ശ്രമിക്കുന്ന ഒരു സ്റ്റോറിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ അന്ന് ആ പേരിട്ടത്. ഇപ്പോ ബിയോണ്ട് സ്നാക്കേ കണ്ടിരുന്നല്ലോ, മറ്റേ കർഷകരെയൊക്കെ ചെയ്യുക, അവരെ നേരിട്ട് ഇത് വാങ്ങുക, അവർക്ക് നല്ല വില കൊടുക്കുക. ഇപ്പൊ അതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ ബിയോണ്ട്? ഇപ്പോഴാണ് കുറച്ചുകൂടെ, കാരണം നമുക്കൊരു സ്കെയിൽ എത്തി കഴിയുമ്പോഴേ ശരിക്കും ഇത് പറ്റത്തുള്ളൂ. നമ്മുടെ സ്വപ്നങ്ങൾ പലതും നമ്മൾ എന്താണോ ആദ്യം സ്വപ്നം കണ്ടത് അത് സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരുപക്ഷെ ഒരു 3-4 വർഷം കഴിഞ്ഞ് നല്ലൊരു സ്കെയിലിൽ എത്തി കഴിയുമ്പോഴാണ്. പക്ഷെ പകുതി മുക്കാൽ സമയം നമ്മളെന്തായിരുന്നു, ആദ്യം തന്നെ അത് നടക്കാതെ വരുമ്പോൾ നമ്മളൊരു ഫ്രസ്ട്രേഷനൊക്കെ ആയിട്ടങ്ങ് നമ്മൾ വിട്ടേച്ച് പോകാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഒക്കെ വരും. പക്ഷെ അത് ഈസിയാണ് കുറച്ചുകൂടി ഇതൊക്കെ നടത്തിയെടുക്കാനത് നമുക്കൊരു സ്കെയിൽ എത്തി കഴിയുമ്പോൾ. ഇന്ന് നമുക്കത് കുറച്ചുകൂടെ പ്രാവർത്തികമാക്കാൻ പറ്റുന്നുണ്ട്. നമ്മളോട്ട് ഒരുപാട് 200-ൽ പരം ഫാമേഴ്സ് അല്ലെങ്കിൽ ഫാമേഴ്സ് ഗ്രൂപ്പ് കേരളത്തിലാണ്, കേരളത്തില്, തമിഴ്നാട്ടില്, കർണാടകത്തില്, എല്ലായിടത്തും. അപ്പൊ ഈ റീറ്റെയിലോട്ട് വന്നതേ കേരളത്തിലല്ലല്ലോ വന്നത്. കേരളത്തില് അത് ഞാൻ കുറച്ചു മുമ്പ് മെൻഷൻ ചെയ്തപോലെ എനിക്ക് ഈ മെട്രോസിലാണ് ലോഞ്ച് ചെയ്യാനായിട്ട് ഞാൻ പ്ലാൻ ഇട്ടിരുന്നത്. കാരണം കുറച്ച് പ്രീമിയം ഉണ്ട്. അപ്പം പെർ ക്യാപിറ്റ ഇൻകം കൂടിയതായിട്ടുള്ള ആളുകൾ എവിടെ ഉണ്ടോ അവിടെ കൊണ്ടുവയ്ക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നി. അപ്പം അങ്ങനെയാണ് ബാംഗ്ലൂർ ലക്ഷ്യമൊക്കെ പോവുകയും, പക്ഷേ ബാംഗ്ലൂരിൽ നമുക്ക് പിന്നീട് അത് നടക്കാതെ വന്നു, കോവിഡ് ആയത് കാരണം. പിന്നീട് ഇതിനിടയ്ക്ക് നമുക്ക് ഈ ഫണ്ടിങ് 100x VCയുടെ ഫണ്ടിങ് വന്നതുകൊണ്ട് ഒരു കോൺഫിഡൻസ് അവിടെ ഉണ്ട്. 100x VC ബേസ്ഡ് ഔട്ട് ഓഫ് മുംബൈ. അപ്പോൾ എങ്ങനെയായിരുന്നാലും അവിടെ നോക്കാം എന്നുള്ളൊരു അർത്ഥത്തിൽ നേരെ ബോംബെ ഈസ് വൺ ഓഫ് ദി ബിഗസ്റ്റ് മെട്രോ, ഐ വുഡ് സേ ദ ബിഗസ്റ്റ് മെട്രോ. അപ്പം ബോംബെ തന്നെ അങ്ങ് ഇറക്കാമെന്ന് വെച്ചാൽ അങ്ങനെയാണ് ഞാൻ പിന്നെ ബോംബെക്ക് ഷിഫ്റ്റ് ആവുകയും അവിടെ നിന്നുകൊണ്ട് തന്നെ റീറ്റെയിൽ സ്റ്റാർട്ട് ചെയ്യാനും തുടങ്ങി. അന്ന് നമുക്ക് അപ്പൊ ഈ പേരി അല്ലെങ്കിൽ സോൾട്ട് അങ്ങനെ 3 ഫ്ലേവറാണെന്നുള്ളത്. അതും തുടക്കത്തിൽ തന്നെ ആളുകൾക്ക് കുറച്ച് എക്സൈറ്റ്മെന്റ്, സാധാരണ ട്രഡീഷണൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് മാത്രം അവതരിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾ ഓക്കെ ഇതെന്താ പ്രത്യേകം തോന്നും. അന്നൊരു പ്രത്യേകത എടുത്തു പറയാൻ പറ്റുന്ന പ്രത്യേകത ഫ്ലേവേഴ്സ് ആയിരുന്നു. ദോ പ്രോഡക്റ്റിൻ്റെ ഉള്ളിൽ തന്നെ ഭയങ്കര വ്യത്യാസം ഉണ്ടെങ്കിൽ തന്നെയും ആളുകൾ കണ്ണുകൊണ്ട് കാണുന്നത് ഉള്ള ഡിഫറൻസ് എന്താണ്, അത് ഈ ഫ്ലേവേഴ്സ് ആയിരുന്നു. നമ്മൾ 3 ഡിഫറെൻറ്റ് ഫ്ലേവർ അവതരിപ്പിച്ചു. പിന്നീട് ഇപ്പോൾ അതിനെ ഇപ്പോൾ നമുക്ക് മൊത്തം 8 ഡിഫറെൻറ്റ് വെറൈറ്റീസിലുണ്ട് പ്രോഡക്റ്റ്. അപ്പോൾ ഈ ബോംബെയിൽ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ റീറ്റെയിലോട്ട് കൊണ്ടുവന്നപ്പോൾ നമുക്ക് അത്ര പരിചയമൊന്നും ഇല്ലല്ലോ അവിടുത്തെ റീറ്റെയിൽ ഇതൊക്കെ. അപ്പോൾ അവിടെ എങ്ങനെയാണ് നമുക്ക് ഈ നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ പറ്റിയതൊക്കെ? ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഫണ്ട് റൈസ് തുടങ്ങിയ സമയത്ത് ഈ 100xനെ കാണാൻ പോകുന്ന സമയത്ത് എൻ്റെ സുഹൃത്ത് ബോംബെ ബേസ് ചെയ്തിട്ടുള്ള പുള്ളി ITCയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ 100xൻ്റെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ പുള്ളിയെ കാണാനായിട്ട് പോയി. അപ്പം പ്രോഡക്റ്റ് പുള്ളി നേരത്തെ കഴിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പുള്ളിയോട് ഇങ്ങനെ ഈ ഫണ്ട് റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എന്നൊക്കെ പറഞ്ഞു. അപ്പം കോയിൻസിഡൻ്റലി പുള്ളി ബാംഗ്ലൂർക്ക് ട്രാവൽ ചെയ്യാണ് പിറ്റേന്ന് ഈ ITC വർക്ക് ചെയ്യാൻ പുള്ളിയുടെ കമ്പനിക്ക് വേണ്ടിയിട്ട്. അപ്പം പുള്ളി മാർക്കറ്റിൽ വിസിറ്റ് ചെയ്തപ്പോൾ പുള്ളി മനസ്സിലായി എങ്ങും ബ്രാൻഡഡ് ആയിട്ടുള്ള ബനാന ചിപ്സിനെ പുള്ളിയെ കാണാൻ പറ്റുന്നില്ല. അപ്പം പുള്ളി 2 ദിവസം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു. പുള്ളി ചോദിച്ചു, ഞാനിങ്ങനെ മാർക്കറ്റ് വിസിറ്റ് ചെയ്തപ്പം ഇങ്ങനെ ശ്രദ്ധിച്ചു, ഇത് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ബനാന ചിപ്സ് എങ്ങും ഇല്ല, ദിസ് കുഡ് ബി എ ബിഗ് പൊട്ടൻഷ്യൽ, വൈ കാൻറ്റ് യു ടേക്ക് സം മണി ഫ്രം അസ്. അപ്പം ഞാൻ പറഞ്ഞു ശരി നോക്കാം. അപ്പോൾ അങ്ങനെ അവർ ഒരു 4-5 പേര്, ഇവരെല്ലാവരും എൻ്റെ കൂടെ തന്നെ പഠിച്ചതാണ്. അപ്പോൾ അവർക്ക് മാനസാണോ എന്നാൽ നോക്കാമെന്നുള്ളൊരു ചിന്ത എവിടെയോ ഉണ്ട്. അപ്പോൾ അങ്ങനെ സിംബയോസിസിലുണ്ടായിരുന്നു. അവരെല്ലാം ഇപ്പോൾ പല കമ്പനീസിലുണ്ട്. ഈ പുള്ളി ഗൗതം എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി ITCയിൽ വർക്ക് ചെയ്യുന്നു. പുള്ളിയുടെ വൈഫും ഞങ്ങളുടെ കൂടെ തന്നെ പഠിച്ചതാണ്. പിന്നെ അതുകൂടാതെ പിഡിലൈറ്റിലും ഒക്കെ വർക്ക് ചെയ്യുന്ന, ഫെവിക്കോളിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട്. അങ്ങനെ ഞങ്ങളെല്ലാവരും വെച്ചൊരു മീറ്റിംഗ് വെച്ചു. ഞാൻ എൻ്റെ വിഷൻ അവിടെ അവതരിപ്പിച്ചിരുന്നു. അത് പ്രോപ്പർ പിച്ച്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ തന്നെ പറഞ്ഞു ഞങ്ങളെല്ലാവരും കൂടെ കുറച്ചും പൈസ കൊണ്ടുവരാം. അങ്ങനെ അവരെല്ലാവരും കൂടെ തന്നെ ഏകദേശം ഒരു 20-25 ലക്ഷം രൂപ അന്ന് കൊണ്ടുവന്നു. അപ്പം അവരിപ്പോൾ ഓൾറെഡി നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് പിന്നെ ചോദിക്കാം, കുറച്ചുകൂടെ കോൺഫിഡൻസ് ആയിട്ട് ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ ബോംബെ ചെന്ന് കഴിഞ്ഞപ്പം പുള്ളി അവിടെ തന്നെ നിൽക്കുന്നത്. അപ്പം പുള്ളിയായിട്ടാണ് ഞങ്ങളിപ്പം പുള്ളിയുടെ ഹെൽപ്പ് അന്ന് തൊട്ട് വന്നു തുടങ്ങി. ഇൻ്റർവ്യൂസ് ഒക്കെ എടുക്കുന്നതിനെ പുള്ളിയോടെ വന്ന് ഇൻ്റർവ്യൂ ചെയ്യും, സെയിൽസ്മാനെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുക. അങ്ങനെ പയ്യെ നമ്മൾ വളർന്ന് ഈ ഷാർക്ക് ടാങ്കിൻ്റെ ആ ഒരു സമയത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മൾ റീറ്റെയിലോട്ട് ഓൾമോസ്റ്റ് എൻ്റർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു.
പിന്നെ ഈ ഷാർക്ക് ടാങ്ക് ആ സമയത്ത് നമ്മളെ ഹെൽപ്പും ചെയ്തു, നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തു. ഷാർക്ക് ടാങ്ക് കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ശരിക്കും നല്ലൊരു ബൂമായി. അപ്പം അന്ന് ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സുമായിട്ടുള്ള ഡീലിങ്സിലൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഇവരെ പോലുള്ള എൻ്റെ ഫ്രണ്ട്സാണ്. അത് അവരായിരുന്നു വന്നൊരു കോൺഫിഡൻസ്. അത് പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പം ഈ പുള്ളി തന്നെ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നു. ഗൗതം ഈസ് എ കോ ഫൗണ്ടർ. ഓ അത് ശരി, അങ്ങനെയാണ് ഈ കോ ഫൗണ്ടറായിട്ട് ഗൗതം വരുന്നതല്ലേ. ശരി. അപ്പൊ അത് വളരെ നല്ല ഒരു ടേണിംഗ് പോയിന്റ് ആയല്ലേ. ഇവഞ്ച്വലി എന്താ സംഭവം, ഇപ്പൊ തിരിഞ്ഞു നോക്കുന്നത് ശരിക്കും കറക്റ്റ് ആയിട്ടുള്ള ടൈമിൽ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ നടന്നങ്ങ് വന്നു. കാരണം ഞാൻ അവിടെ വന്ന് 100x കാണാൻ പോയി. 100x കണ്ടിട്ട് ഞാനങ്ങ് തിരിച്ചു പോയായിരുന്നു. 100x കണ്ടിട്ട് തിരിച്ചു പോയില്ല, പോരാ അന്ന് ഞാൻ ഗൗതമിനെ ഞങ്ങൾ പോയി കാണാൻ പോയി. അപ്പൊ അത് നടന്നു, അവർ വഴി കുറച്ച് ഫണ്ട് വരുന്നു. അപ്പൊ അങ്ങനെ കോയിൻസിഡന്റലി കാര്യങ്ങളൊക്കെ റൈറ്റ് ടൈമിൽ അങ്ങ് നടന്നു. ഇപ്പൊ മഹാരാഷ്ട്രയിലുണ്ട്, പിന്നെ പശ്ചിമ ബംഗാളിലുണ്ട് തോന്നണല്ലേ. മഹാരാഷ്ട്രയിൽ നമുക്ക് ഓൾ ടെറിട്ടറീസിലും നമ്മുടെ പ്രസൻസ് ഉണ്ട്. അതായത് മുംബൈ, പൂനെ, നാസിക്, നാഗ്പൂർ, അമരാവതി, ഔറംഗാബാദ് എല്ലായിടത്തും നമ്മുടെ പ്രസൻസ് ഉണ്ട്. പിന്നെ അത് കൂടാതെ ഗുജറാത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം ഡൽഹി, UP, പിന്നെ വെസ്റ്റ് ബംഗാൾ, ഇത്രയിടത്തുണ്ട്. പിന്നെ അത് കൂടാതെ പിന്നെ ബാംഗ്ലൂർ നമുക്ക് എന്നും എൻ്റർ ചെയ്യാനായിട്ടുള്ള താല്പര്യമുള്ള സ്ഥലം. അങ്ങനെ ബാംഗ്ലൂരിൽ ഇപ്പോൾ എൻ്റർ ചെയ്തു. ഇപ്പോൾ ഹൈദരാബാദിലുണ്ട്. അങ്ങനെ ഇപ്പൊ എത്ര ഔട്ട്ലെറ്റുകളിൽ നമ്മുടെ ഏകദേശം 10,000+ ഔട്ട്ലെറ്റ്സിലുണ്ട് ഇപ്പോൾ നമ്മുടെ പ്രോഡക്ട്സ്. അതിന്റെ പ്രൊഡക്ഷൻ മൊത്തം ഇപ്പോൾ നാട്ടിൽ തന്നെയാണ്. നാട്ടിൽ നിന്ന് നമ്മൾ ഇവിടുന്ന് കൊണ്ട് നമുക്ക് വെയർ ഹൗസസ് ഉണ്ട് ഡൽഹിയിൽ, ബോംബെ, കൽക്കട്ട. അപ്പൊ മനസ്സ് ഭയങ്കരമായ സ്റ്റാൻഡർഡൈസേഷൻ നടത്തി അല്ലേ ഈ പ്രോഡക്റ്റിനെ. അതെ, കറക്റ്റ്. അങ്ങേറ്റ സ്റ്റാൻഡർഡൈസേഷൻ നടത്തി. ഇപ്പൊ നമ്മുടെ പൊട്ടറ്റോ ചിപ്സ് ഒക്കെ. അതെ, കറക്റ്റ്. സ്റ്റാൻഡർഡൈസേഷൻ നടത്തി കഴിഞ്ഞുള്ള പ്രത്യേകത എന്താണ്, നമുക്ക് ഇതിനെ സ്കെയിൽ ചെയ്യാൻ എളുപ്പമാണ്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു ചിപ്സിന്റെ ഒരു കടായി വെച്ച് വറക്കുന്ന ഒരാൾക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലായിരിക്കും. അപ്പം പുള്ളിക്ക് പാൻ ഇന്ത്യ സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ കടായി എല്ലായിടത്തും കൊണ്ടുവെക്കേണ്ടി വരും. പക്ഷെ അപ്പം എന്താണ്, അപ്പോൾ അതിനെ സ്കെയിൽ എങ്ങനെ ചെയ്യാൻ പറ്റും? അതിനെ കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ വേണം, എല്ലാ തവണ ഒരേപോലെ. പിന്നെ അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ പ്രോഡക്റ്റ് കൺസ്യൂമറിൻ്റെ കയ്യിലെത്തി കഴിയുമ്പോൾ ഉള്ള എക്സ്പീരിയൻസ്. ആ എക്സ്പീരിയൻസ് ഒരു തവണ മാറിയാൽ ഹി വിൽ ഇമ്മീഡിയറ്റ്ലി സെൻസ്. നമ്മൾ തന്നെ ആലോചിക്കും, നമ്മളൊരു പ്രോഡക്റ്റ് മേടിച്ച് രണ്ടാം തവണ മേടിക്കുന്നതിന് പണ്ടത്തെ അത്ര പോരായിരുന്നു നമ്മൾ പറയാറില്ല. അത് തോന്നും. അല്ലെങ്കിൽ ജ്യൂസൊക്കെ മേടിക്കുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്ക്, കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ അത്രയും തിക്നെസ് വന്നിട്ടില്ലല്ലോ ഇത്തവണ. അപ്പം നമ്മൾ കറക്റ്റ് അത് അപ്പം തന്നെ നമ്മൾ സെൻസ് ചെയ്യും. കൺസ്യൂമർ ഈസ് വെരി സ്മാർട്ട് ഇൻ ദാറ്റ് ആംഗിൾ. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റിൻ്റെ അതിലെ പാക്കേജിങ് അതിനനുസരിച്ച് കൊണ്ടുവരിക, ഫ്ലേവേഴ്സ് അതിനനുസരിച്ച് കൊണ്ടുവരിക, ഫ്ലേവറിൻ്റെ ആപ്ലിക്കേഷൻ എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് നിർത്തുക. അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോഴാണ് ശരിക്കും ഒരു ബ്രാൻഡ് ഫോം ചെയ്യാനായിട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് ട്രസ്റ്റ്. ആ ട്രസ്റ്റ് വരുന്നത് എങ്ങനെയാണ്? എല്ലാ തവണയും മേടിക്കുമ്പോൾ ആ ഒരു സെയിം എക്സ്പീരിയൻസ് കൊടുക്കുമ്പോൾ നമ്മുടെ തന്നെ മനസ്സിൽ ഓക്കെ ഐ ക്യാൻ കോൺഫിഡൻ്റ്ലി ബൈ ദിസ്. സോ ദാറ്റ് ഈസ് എ ട്രസ്റ്റ്. ആ ഒരു ട്രസ്റ്റ് അവിടെ ഫോം ചെയ്യും. അപ്പോൾ ആ ട്രസ്റ്റ് ഫോം ചെയ്യുന്നതിലാണ് ബ്രാൻഡിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. സോ വി വെർ വെരി ഫോക്കസ്ഡ് ഓൺ ദാറ്റ് ഫ്രം ഡേ വൺ. ഈ സ്റ്റാൻഡർഡൈസേഷൻ ഈ പ്രൊഡക്ഷനിലൊക്കെയാണോ മനസ്സ് കൂടുതൽ ശ്രദ്ധിച്ചത്? അന്ന് അതിലായിരുന്നു. ഇപ്പം കൂടുതലും മാർക്കറ്റിംഗ് ആൻഡ് ഗ്രോത്ത് ഇപ്പം അതിലാണ്. ഇപ്പം നമുക്കല്ലാതെ ഇപ്പം നമ്മൾ പല കമ്പനിയിൽ സിസ്റ്റമായി, പിന്നെ പോരാതെ നമ്മൾ പല കമ്പനികളിൽ വർക്ക് ചെയ്തിരുന്ന എക്സ്പീരിയൻസ്ഡ് ആൾക്കാരെ നമ്മൾ കൊണ്ടുവന്നു. പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് തന്നെ ലീഡ് ചെയ്യാനായിട്ട് നമ്മളിൽ ഇപ്പം 10-12 വർഷത്തിന് മുകളിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ലീഡ് ചെയ്യുന്നുണ്ട് പ്രോഡക്റ്റ് ഇപ്പം അതിന് വേണ്ടിയിട്ട്. സോ നൗ ക്വാളിറ്റിക്ക് തന്നെ വേറൊരു പ്രത്യേക ടീമുണ്ട്. അപ്പോൾ അങ്ങനത്തെ അപ്പോൾ അതിൻ്റെ അതിലോട്ട് ഞാൻ അങ്ങനെ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യം. നമ്മളിപ്പോൾ ഏകദേശം 42 പേരുടെ ഒരു ടീമാണ്. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യക്ക് പലയിടത്തായിട്ട് പരന്ന് കിടക്കുന്നു. മേജർലി കേരളവും ബോംബെയിലുമാണുള്ളത്. അപ്പൊ ഈ അടുത്തടുത്ത സംസ്ഥാനങ്ങളിലോട്ട് ഈ വന്നപ്പോഴും ഈ കേരളത്തിലോട്ട് അധികം വരാൻ സത്യത്തിൽ ഇന്ന് എനിക്ക് കേരളത്തിൽ ലോഞ്ച് ചെയ്യാൻ ഒരു ചെറിയ പേടിയുണ്ട്. എന്താ കാരണം? എന്താണെന്ന് അറിഞ്ഞൂടാ. ഒരുപക്ഷെ കൺസ്യൂമേഴ്സിനെ നമുക്കറിയാം. ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഏതൊരു വലിയ മൾട്ടിനാഷണൽ കമ്പനിയും ആദ്യം പ്രോഡക്റ്റ് ഇറക്കുന്നത് കേരളത്തിലാണ്. ആ ഒരു ഫസ്റ്റ് വാലിഡേഷൻ കേരളത്തിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇത് അവൻ ക്ലിക്ക് ആവും. ഇത് കേരളത്തിന്റെ തന്നെ സ്വന്തം പ്രോഡക്റ്റ് ഇവിടെ ഇറക്കി അവന്റെ വായിൽ നിൽക്കുന്ന കേൾക്കേണ്ടി വരുമോ എന്നുള്ള ഒരു പേടി കൊണ്ടാണോ എനിക്കറിഞ്ഞുകൂടാ. ഇന്നും നമ്മൾ കേരളത്തിലൊരു കോൺഫിഡൻസ് വന്നിട്ടില്ല. പക്ഷേ ഇറക്കണം, അതാണ് തീർച്ചയായിട്ടും. അതൊരു പ്രോപ്പർ പ്ലാൻ ചെയ്ത് തന്നെ ചെയ്യണം എന്നുള്ളതാണ് ഉദ്ദേശം. ഇപ്പോ ബിയോണ്ട് സ്നാക്കിന്റെ ഒരു വാല്യൂഷൻ എത്ര ഉണ്ടാവും നമ്മുടെ ഒരു കമ്പനിയുടെ? കമ്പനിയുടെ വാല്യൂ എന്ന് പറയുന്നതിൽ
ശരിക്കും ഒരു നമ്പറിനോട് പ്രസക്തിയില്ല. ശരിക്കും നമ്മൾ കസ്റ്റമറിന് എത്ര മൂല്യം കൊടുക്കുന്നുള്ളതാണ്, അതിനെയാണ് നമ്മൾ വാല്യൂ പറയുന്നത്. ബാക്കിയെല്ലാം ജസ്റ്റ് ഒരു ട്രാൻസാക്ഷണൽ. അതെ, ട്രാൻസാക്ഷണൽ വാല്യൂ. ഇനി ഫണ്ടിങ്ങോ അല്ലെങ്കിൽ അടുത്ത റൗണ്ടിലുണ്ട്. തീർച്ചയായിട്ടും നമ്മളിത് കഴിഞ്ഞ് ഈ അടുത്ത കാലത്ത് നമ്മളൊരു ഒരു 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 പ്രീ സീരീസ് റൗണ്ട് നമ്മൾ റേസ് ചെയ്തായിരുന്നു. നാബ് വെഞ്ചേഴ്സ് എന്ന് പറഞ്ഞൊരു ബോംബെ ബേസ്ഡ് ഉള്ള ഒരു വെഞ്ചർ ക്യാപിറ്റൽ ഫാമാണ്. അവരിൽ നമ്മൾ റേസ് ചെയ്തു. സോ അത് വെച്ചിട്ട് നമ്മളിപ്പോൾ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കണം. വിൽ ബി റേസിങ് മോർ. ഉദ്ദേശം നമ്മൾ ഇതിനെ ഗ്ലോബലി എത്തിക്കുക എന്നുള്ളതാണ്. നമ്മുടെ സ്വന്തം നാടിൻ്റെ ചിപ്സ് ഗ്ലോബലി എല്ലായിടത്തും എത്തിക്കുക. ഞങ്ങൾ എപ്പോഴും പറയുന്നൊരു സംഭവമാണ്. നമ്മൾ ഈ ടൂറിന് പോകുമല്ലോ, അപ്പം ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് ടൂറിന് ചെല്ലുമ്പം അവിടെ ചെന്ന് ഇറങ്ങി അവിടുത്തെ ഒരു കടയിൽ നമ്മളൊരു സാധനം മേടിക്കാൻ ചെല്ലുമ്പോൾ അവിടെ ഉണ്ടാവണം ബിയോണ്ട് സ്നാക്ക്. അതാണ് ഇവിടെ ഞാൻ വായിച്ചു, എവിടെയൊക്കെ പൊട്ടറ്റോ ചിപ്സ് ഉണ്ട് അവിടെയൊക്കെ തൊട്ടരികത്ത്. അതാണ് നമ്മുടെ വിഷൻ. നമ്മുടെ വിഷൻ എന്ന് പറയുന്നത് എല്ലാ പൊട്ടറ്റോ ചിപ്സ് പാക്കറ്റിന്റെയും അരികത്ത് ഒരു ബനാന ചിപ്സിനെ ലോകമെമ്പാടുമുള്ള റീറ്റെയിൽ ഷോപ്സിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പം അതെത്തിക്കാനായിട്ട് ഇതൊരു ചെറിയ സംഭവമല്ലോ. അപ്പം അതിനുവേണ്ടി ഇനിയും ഗ്രോ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനിയും ആ ഒരു ലെവലിലോട്ട് എത്തിക്കാനായിട്ട് നമുക്ക് ഫണ്ട് റേസ് ചെയ്യേണ്ടി വരും. അതെ, നമ്മുടെ കേരളത്തിൽ പണ്ടത്തെ പോലെ ഒന്നുമല്ല. ഇപ്പോൾ ഒരുപാട് ചെറുപ്പക്കാർ, ഇപ്പം മാനസിനെ പോലെയുള്ള ചെറുപ്പക്കാർക്കൊക്കെ വലിയ വലിയ സ്വപ്നങ്ങളാണ്. വലിയ സംരംഭം കെട്ടിപ്പടുക്കണം, ലോകോത്തരമായ സംരംഭം കെട്ടിപ്പടുക്കണം എന്നൊക്കെയുണ്ട്. അപ്പം മാനസിൻ്റെ അനുഭവത്തിൽ നിന്ന് എന്താണ് പറയാനുള്ളത്? ഇപ്പം നേരത്തെ പറഞ്ഞു സ്വപ്നങ്ങൾ ഒന്ന്, പക്ഷെ നമ്മൾ അതിനകത്ത് പ്രാക്ടിക്കലായിട്ട് ഇറങ്ങുമ്പോൾ കുറേ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിങ്ങനെ പറഞ്ഞു പോയി. എന്ന് വെച്ചാൽ വലിയ സ്വപ്നങ്ങൾ കാണുകയും വലിയ വിഷൻ ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ തന്നെ മൈന്യൂട്ടായ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഒരു പാസീവ് സെൻറ്റൻസ് പറഞ്ഞു. എന്തൊക്കെയാണത്? എന്തിലൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? സോ ഞാൻ ജനറലായിട്ട് അതിനെ പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സിക്യൂഷൻ. നമ്മൾ വിഷൻ എളുപ്പമാണ്. നമ്മൾ എനിക്ക് കസേരയിൽ ഇരുന്ന് ചിന്തിച്ചാൽ മതി. എന്താണ് നമ്മൾ വിഷനല്ല, അതിനേക്കാൾ ഈ ഡ്രീം എന്താണ് നമ്മുടെ ഡ്രീം എന്നുള്ളത് എനിക്ക് ഇവിടെ നിന്ന് തന്നെ ചിന്തിക്കാൻ പറ്റും. മാക്സിമം എനിക്കൊരു പേപ്പർ എടുത്ത് തന്നെ എഴുതാൻ പറ്റും. പക്ഷേ ആ എഴുതിയ സാധനത്തിനെ മാർക്കറ്റിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് എക്സിക്യൂഷൻ. അതൊരു ടഫ് തിങ് ആണ്. കാരണം ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞങ്ങൾ ഈ ഫണ്ട് റേസിങ്ങിന് പോകുമ്പോൾ പ്രൊജക്ഷൻ ഉണ്ടാക്കും. അതായത് സെയില് ഈ റീജിയനിൽ നിന്ന് ഇത്ര സെയിൽ നമ്മൾ കൊണ്ടുവരും എന്നുള്ളൊരു പ്രൊജക്ഷനുമായിട്ടാണ് നമ്മൾ പോകുന്നത്. അതൊരു ഡ്രീമാണ്. പക്ഷെ അതിനെ നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങി എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ അതിലുള്ള ചാലഞ്ചസ് മനസ്സിലാകുന്നത്. ഒരു റീറ്റെയിലിൻ്റെ അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവൻ പ്രോഡക്റ്റ് ഇനി കൊണ്ടുപോകാമെന്ന് പറഞ്ഞിരിക്കുമല്ല. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ആദ്യമായിട്ട് നമ്മൾ ഈ പ്രോഡക്റ്റുമായിട്ട് മാർക്കറ്റിൽ ചെല്ലുന്ന സമയത്ത് രാവിലെ വലിയ എക്സൈറ്റ്മെൻറ്റോടുകൂടി കാറിൻ്റെ അകത്തിൽ ഞാൻ തന്നെ ആയിരുന്നു. കാറിൻ്റെ അകത്തിൽ തന്നെ ചിപ്സ് ബാക്കിൽ വെച്ചുകൊണ്ട് പോവാം. എന്നിട്ട് കടകളിൽ ചെന്നിട്ട് ഞാനിതിങ്ങനെ പ്രസൻറ്റ് ചെയ്യും. അപ്പോൾ എൻ്റെ വിചാരം എന്താണ്, ഇപ്പോൾ എടുക്കും എന്നുള്ള പ്രതീക്ഷയിലും കൊണ്ട് അങ്ങോട്ട് ചെല്ലുന്നത്. അന്ന് ഏകദേശം ഞാനൊരു 7-8 ഷോപ്പിൽ പോയി, ആരും എടുത്തില്ല. കാരണം എന്താണ്, മാർജിൻ പോരാ, മാർജിൻ കൂടുതൽ വേണം, ക്യാഷ് തരാൻ പറ്റത്തില്ല, ക്രെഡിറ്റിൽ വേണം, ഈ പ്രോഡക്റ്റ് എനിക്കിപ്പോൾ വേണ്ട. ചിലർക്ക് പ്രത്യേകിച്ച് കാരണമേ ഇല്ല, വേണ്ട, വെക്കാൻ താല്പര്യമില്ല. അപ്പം അങ്ങനെ അന്ന് വൈകുന്നേരം ആയപ്പോൾ ഫസ്റ്റ് റിയാലിറ്റി എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. ഉദ്ദേശിക്കുന്നത് പോലെ അല്ല, ടഫാണ്. കാരണം മാർക്കറ്റിൽ ചെല്ലുന്നതിന് ആർക്കും പ്രോഡക്റ്റ് വേണ്ട. അങ്ങനെ അന്ന് വൈകിട്ട് ഒരു സെയിൽ എങ്ങനെയും നടത്താമെന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ ക്രെഡിറ്റിൽ ഒരു കടയിൽ കുറച്ച് പ്രോഡക്റ്റ്സ് വെച്ചു. അപ്പം അന്ന് തൊട്ട് അതൊരു റിയാലിറ്റിയാണ്. കാരണം അതൊരു എക്സിക്യൂഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് പിടുത്തം കിട്ടിയൊരു സംഭവമാണത്. ഇതേപോലെയാണ് എല്ലാ കാര്യത്തിലും. നമ്മൾ ഡ്രീം ചെയ്യുന്നതോ നമ്മൾ പേപ്പറിൽ എഴുതുന്നതോ അല്ലെങ്കിൽ ഒരു എക്സൽ ഷീറ്റിൽ ഇടുന്നതിന് ഉപരി അതുകൊണ്ട് നമ്മൾ മാർക്കറ്റിൽ ചെന്ന് കഴിയുന്നതിന് ശരിക്കുള്ള റിയാലിറ്റിയിൽ പല ചാലഞ്ചസ് നമ്മൾക്ക് എഗൻസ്റ്റ് ആയിട്ട് വരും. അന്നേരമാണ് നമ്മൾ ഇതിനെ റിഫൈൻ ചെയ്തിട്ട് ശരിയായ ഒരു റിയൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനോട്ട് കൊണ്ടുവരാൻ പറ്റുന്നത്. പല കേസസിലും എന്താ പറ്റുന്നത്, ഇതൊരു ടഫ് ജോബാണ് ഈ പറയുന്നത്, എന്താണ് ഈ എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. സോ ആ എക്സിക്യൂഷനാണ് നമ്മളിലോട്ട് റിയാലിറ്റിയെ കൊണ്ടുവരുന്നത്. അവിടെയാണ് നമുക്ക് പലപ്പോഴും അപ്പോൾ എൻ്റെ അടുത്ത് ഈ ചോദ്യം ചെറിയ ഫണ്ടമെൻ്റലായിട്ട് കാരണം സ്വപ്നങ്ങൾ ചെയ്യുന്നത് നമ്മൾ ഒരുപാട് വലിയ കാര്യങ്ങൾ ചിന്തിക്കുമെങ്കിലും ഇതിനെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് മാർക്കറ്റിൽ ഇറങ്ങി വിൽക്കാൻ ചെന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ്, ദാറ്റ് ഇസ് എ ഡിഫറെൻറ്റ് തിങ്. സോ അതിനെ എങ്ങനെ ഓവർകം ചെയ്യും, അടുത്തതിനെ എങ്ങനെ ഓവർകം ചെയ്യും. ഷോപ്പിൽ കയറ്റിയതുകൊണ്ട് മാത്രം കാര്യമില്ല, അവിടെ നിന്ന് ഒരു കസ്റ്റമർ മേടിക്കണം. കസ്റ്റമർ എങ്ങനെ മേടിക്കും? കസ്റ്റമർ ജസ്റ്റ് വന്ന് മേടിക്കാൻ നിൽക്കുക, കസ്റ്റമർ അറിയാത്ത പോലും ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ അവൻ കാണുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് പ്രോഡക്റ്റ് വെക്കണം. പ്രോഡക്റ്റ് കാണുന്നിടത്തല്ലെങ്കിൽ റീറ്റെയിലറിനോട് നമ്മളത് പറഞ്ഞിട്ട് അവിടെ എടുത്ത് ഒപ്പിക്കണം. അപ്പോൾ റീറ്റെയിലർ അതിന് ചിലപ്പോൾ തയ്യാറായില്ല എന്ന് വരും. അപ്പോൾ അങ്ങനെയുള്ള പല ചാലഞ്ചസ് അവിടെയുണ്ട്. അപ്പോൾ ഇതിനെയാണ് ഈ സ്വപ്നങ്ങളെക്കാൾ ഉപരി എന്താണ്, ഈ വക ചെറിയ സംഭവങ്ങളിലാണ് നമ്മൾ ശരിക്കും എഫേർട്ട് ഇടുന്നത്.
അതിടാതെ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ ഗ്രോ ചെയ്തില്ല എന്ന് തന്നെ വരും. അപ്പൊ മനസ്സ് ഈ ആദ്യഘട്ടത്തിൽ ഇങ്ങനെ തന്നെ ചെയ്യുമായിരുന്നല്ലേ? നമ്മൾ ഈ പ്രോഡക്റ്റുമായിട്ട് ഓരോ കടകളിൽ പോവുക, റീറ്റെയിലേഴ്സുമായിട്ട് സംസാരിക്കുക. അത് ശരി. ഞാൻ ഒരു ട്രിവാൻഡ്രം തൊട്ട് കായംകുളം വരെയുള്ള ഒരുപാട് റീറ്റെയിൽ ഷോപ്പുകളിൽ ഇതും കൊണ്ട് പോയി ഇതിങ്ങനെ വെക്കാനായിട്ടുള്ള ഒരു ശ്രമം. ഒരുപക്ഷെ ആ ഒരു പേടി ഇന്നും ഉണ്ട്. അതുകൊണ്ടായിരിക്കും ഇന്നും പ്രോഡക്റ്റ് നമ്മൾ ബിയോണ്ട് സ്നാക്ക് എന്നുള്ള ബ്രാൻഡിൽ ഇറക്കുമ്പോഴും എനിക്ക് അപ്രോച്ച് ചെയ്യാനായിട്ടുള്ളൊരു മടിയല്ല, ആ ഒരു ടെൻഷൻ എവിടെയോ കിടക്കുന്നുണ്ടോ. പക്ഷെ ശരിക്കും നോ കേട്ടാണ് ഇന്നത്തെ ഞാനും രാകേഷും തിയേറ്ററിൽ വെക്കാൻ പോകുന്ന തന്നെ ഇപ്പോഴും ആലോചിക്കുന്നുണ്ട്. എല്ലാ തിയേറ്ററിലും നമ്മൾ ചെല്ലുമ്പോൾ ആദ്യം തന്നെ എടുക്കത്തില്ല അവർ. മാർജിൻ വേണം, മാർജിൻ കൂടും, നെഗോഷിയേറ്റ് ചെയ്യും, ബാക്ക് ആൻഡ് ഫോർത്ത് വീണ്ടും. അപ്പോൾ ഒരു തിയേറ്ററിൽ കയറണമെന്നുണ്ടെങ്കിൽ അന്ന് ഞങ്ങൾ ഇവിടുന്ന് അങ്ങ് പോകണം. എറണാകുളത്തുനിന്ന് തിയേറ്ററിൽ വരണമെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങ് ട്രിവാൻഡ്രത്ത് വണ്ടി ഓടിച്ച് ഇവിടെ വരെ വരണം. എങ്കിലല്ലേ ചെന്ന് കണ്ട് അവനെ കൊണ്ട് പറഞ്ഞു. കാരണം ഫോണിൽ കൂടെ ഒരു പരിപാടി നടക്കത്തില്ല, നേരിട്ട് കണ്ട് മീറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വേറെയാണ്. അപ്പം ഞങ്ങളെന്താ ചെയ്യുന്നത് വെച്ചാൽ രാവിലെ അങ്ങനെ കാറിലോട്ട് കയറും. കാറിൻ്റെ പുറകിൽ അച്ഛൻ്റെ ഒരു ഇന്നോവ ഉണ്ട്. ഇന്നോവയ്ക്കകത്ത് മുഴുവൻ അങ്ങ് കാട്ടൺ അങ്ങ് അടുക്കി വെച്ചേക്കുവാണ്. എന്നിട്ട് ഞങ്ങൾ രാവിലെ അങ്ങ് ഇറങ്ങുക. കാണുന്ന തിയേറ്ററുകളിലൊക്കെ പ്ലേസ് ചെയ്ത് പോകാന്നുള്ളതാണ് ഉദ്ദേശം. അപ്പം അങ്ങനെ പലയിടത്തും ചെന്ന് പിന്നെ കുറച്ച് അങ്ങനത്തെ ഒരു 4-5 നോ കേട്ട് കഴിഞ്ഞപ്പോൾ മനസ്സിലായി എന്താണ് ക്ലിക്കാവുന്നുള്ള പയ്യെ അറിയാൻ തുടങ്ങി. പിന്നെ ഈസിയായി ആ ഒരു സംഭവം. പിന്നെ കാരണം നേരെ ചെന്ന് എന്താണോ വർക്ക് ചെയ്യുന്നത് അത് മാത്രമേ സംസാരിക്കത്തുള്ളൂ. അപ്പം പിന്നെ കുറച്ചുകൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ നടക്കാൻ തുടങ്ങി. പക്ഷെ അത് എത്തുന്നത് എങ്ങനെയാണ്? നമ്മൾ ഒരുപാട് നോ കേട്ട് അല്ലെങ്കിൽ ആ എക്സിക്യൂഷൻ്റെ ആ ഒരു ടഫ് ഫേസ് കഴിഞ്ഞിട്ടാണ് അത് എത്തുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. റിയാലിറ്റിയിലോട്ട് വരുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ എന്താണ്, ഇറ്റ്സ് ഡിഫിക്കൾട്ട്. അപ്പൊ ഈ മനസ്സിനെ മരവിപ്പിക്കാണ്ട് നിർത്തണ്ടേ? എന്ന് വെച്ചാൽ എൻതൂസിയാസം വേണമല്ലോ. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നമ്മൾ കൊടുസുവിട്ടിട്ട് പോണല്ലോ ഈ കാട്ടനം പിടിച്ചോണ്ട്. അതെങ്ങനെ സ്വയം വന്നതാണോ അതോ ജോലി ഒരെണ്ണം വിട്ടിട്ട് നമ്മള് രാവിലെ എണ്ണിക്കുന്ന ഓട്ടോമാറ്റിക് ആയിട്ട് നീ വന്നു? പക്ഷെ അങ്ങനെയല്ല, ഇതിനെ നമ്മളൊരു വലിയ സംഭവമാക്കാനായിട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും രാത്രിയിൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നമ്മൾ രാവിലെ കണ്ണു പറഞ്ഞ് ഇങ്ങനെ കട്ടിലേക്ക് കിടക്കുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിൽ മുഴുവൻ ബിൽഡ് ചെയ്ത് കയറ്റുന്ന സംഭവത്തെക്കുറിച്ചായിരിക്കും ചിന്ത. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി കുറച്ച് വരും. അത്യാവശ്യം സമാധാനമായിട്ടുള്ള സാലറി ഒക്കെ കിട്ടി ജീവിച്ചിരുന്നാണല്ലോ. അപ്പോൾ ആരെങ്കിലും പറഞ്ഞു എൻ്റെ പൊന്നു മോനെ നിനക്ക് ആ പണി തന്നെ ആയിരുന്നില്ലേ നല്ലതെന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നത്? സത്യത്തിലുണ്ടല്ലോ, ഞാൻ ഈ വളരെ നല്ല സാലറിയിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. നല്ല സാലറി, 7 ശമ്പളമുള്ള സാലറി. അപ്പം ഇത് പക്ഷേ ഏറ്റവും ആദ്യം അച്ഛനും അമ്മയ്ക്കും തന്നെ ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു ദിവസം അവരുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു. ഉദ്ദേശം ഇതാണ്, ഇതിലാണെങ്കിൽ നമ്മൾ ഇവിടെ സ്റ്റക്കായി പോകും, ഇപ്പം ചെയ്താലേ ശരിയാവത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ ഒരു 20 minutes സെഷൻ തന്നെ എടുത്തു. പ്രസൻറ്റേഷൻ PPT ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ആ ഒരു വിഷൻ പറഞ്ഞ് അവരെ കൊണ്ടുവന്ന്. പക്ഷെ ഒരു ഫോർച്യുനേറ്റ്ലി അതിനുശേഷം ഇന്ന് വരെ അവർ അതിനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല. വേറെ ആരും ക്വസ്റ്റ്യൻ ചെയ്താലും നമുക്ക് പിന്നെ പ്രോബ്ലം ഇല്ല. കാരണം ഭാര്യയും അല്ലെങ്കിൽ അച്ഛനും അമ്മയും കൂടെ നിൽക്കുന്ന ആളുകൾക്ക് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വലിയ അങ്ങനെ ഒരു പ്രോബ്ലം. എനിക്ക് തോന്നുന്നത് എല്ലാ ഓൺടർപ്രണറും അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ വേറെ പുറത്തുനിന്നുള്ള ഒരു പ്രോബ്ലം നമുക്ക് അങ്ങനെ അത് നമ്മളെ അങ്ങനെ ഏശത്തുമില്ല. അപ്പോൾ ഈ ഒരു കേസിൽ അതൊരു വലിയൊരു ഫോഴ്സ്. അവരിന്ന് വരെ പിന്നെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, എനിക്കൊന്ന് പ്രോഗ്രസ് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. ഒന്നുമില്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പ്രോഗ്രസ് തന്നെ ഒട്ടും തന്നെ പ്രോഗ്രസ് ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അവരും ക്വസ്റ്റ്യൻ ചെയ്തെന്ന് വരും. ഫോർച്യുനേറ്റ്ലി പ്രോഗ്രസ് എനിക്ക് കൊണ്ടുവരാൻ പറ്റി. ഇതിനിടയിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് തോന്നിയത് അല്ലെങ്കിൽ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള കാലഘട്ടം ഉണ്ടായിരുന്നോ? ഈ കോവിഡും ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടി. പക്ഷെ ഏറ്റവും പ്രോഡക്റ്റ് ശരിയാവാത്ത സമയത്ത് ഓൾമോസ്റ്റ് ശരിക്കും പ്രോഡക്റ്റ് ശരിയാവാനായിട്ട് കുറേ സമയം എടുത്തു. എനിക്ക് നിന്ന് നടുവിന് തന്നെ വേദന വന്നു തുടങ്ങി. അത്രയും ട്രയൽ എടുത്ത് വറുത്ത് ഫ്രൈ ചെയ്യുന്ന എങ്ങനെ ഓരോ തവണയും എടുക്കുന്ന എങ്ങനെ എന്നിട്ട് പുള്ളി എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആൾ ശരിക്കും ഗുഡ്ഗാവിലാണ്. ഇവിടെ നമ്മൾ അയച്ചു കൊടുക്കും, അവിടെ നിന്ന് റിസൾട്ട് വരണം. റിസൾട്ട് വന്നിട്ട് അതിനനുസരിച്ച് വീണ്ടും നമ്മൾ ട്രയൽ നടത്തി. സോ ആ സമയത്തൊക്കെ കുറച്ചൊരു ഫ്രസ്ട്രേഷൻ ആയിരുന്നു. കാരണം ഓൾറെഡി ഒരു പ്രോഡക്റ്റ് ഇറക്കി വിജയിച്ചില്ല, ഇത് വിജയിക്കുമോ എന്നുള്ള ഡൗട്ട് ഓൾറെഡി ഉണ്ട് നമ്മുടെ കയ്യിൽ. എത്ര കാലം എടുത്തു? എത്ര മാസം അല്ലെങ്കിൽ 2017 തൊട്ട് 2019 വരെ 2 വർഷത്തോളം. ആ സമയത്ത് പിന്നെ പ്രോഡക്റ്റിന് വേണ്ടി മാത്രം. പിന്നെ ക്യാഷും നമ്മുടെ കയ്യിൽ നിന്ന് കുറഞ്ഞു വന്നു. കാശ് കയ്യിൽ ഇല്ല. പിന്നെ വീട്ടിൽ നിന്ന് പിന്നെ വീട്ടിൽ നമ്മൾ എടുക്കാൻ തുടങ്ങി. അപ്പോൾ അച്ഛനടുത്ത് പിന്നെ എവിടെയൊക്കെ കുറച്ചൊരു ഈഗോയൊക്കെ വരുന്നുണ്ടെന്ന് വെച്ചാൽ എനിക്ക് നമുക്ക് തന്നെ കുറച്ച് എഴുതുന്നൊരു നാണക്കേടൊക്കെ വരുമല്ലോ. അപ്പോൾ അതൊക്കെ കാരണം ഇങ്ങനെയൊക്കെ പിന്നെ ആ സമയത്തൊക്കെ കുറച്ച് ടഫായിരുന്നു. പക്ഷേ 2020 തുടങ്ങി. 2020 ജാൻ ഓൺവേർഡ്സ് ആ സമയത്താണ് വൈഗ നടക്കുന്നത്. വൈഗയാണ് ബിഗസ്റ്റ് വാലിഡേഷൻ. ദെൻ തിയേറ്റേഴ്സ്, എയർപോർട്ട്സ്, പിന്നെ ഓൺലൈൻ, പിന്നെ 100x. അപ്പോൾ അതോടുകൂടി ഗെയിം മാറി.
അതോടുകൂടി ലൈഫ് മാറി. പക്ഷേ ഗെയിം മാറുന്നത് ശരിക്കും ഗെയിം ചേഞ്ചർ ഷാർക്ക് ടാങ്ക് ആണ്. അതോടുകൂടി ഇന്ത്യയിലെ ആൾക്കാരും പുറത്തുള്ള ആൾക്കാരൊക്കെ അറിയാൻ തുടങ്ങി. കേരള ബനാന ചിപ്സ് എന്നൊരു ബ്രാൻഡ് ഉണ്ടെന്നുള്ളത് നമുക്ക് അതിലൂടെ കൊണ്ടുവരാൻ പറ്റി. സോ ദാറ്റ് വാസ് എ ബിഗ് ഗെയിം ചേഞ്ചർ. ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? എന്താണ് ഫ്യൂച്ചർ? ഇതാണ്, ഞാൻ എന്നും ഓഫീസിൽ ചെന്നിരുന്ന ഇത് കേട്ട് എടുത്ത് എനിക്കൊന്നും ഞങ്ങളുടെ കമ്പനിയിലുള്ള ആളുകൾക്ക് കേട്ട് മടുത്ത് കാണും. പക്ഷേ ഇപ്പോഴും ഞാൻ ചെല്ലുന്നുണ്ടെങ്കിൽ ഇത് പറയും, യു വാണ്ട് ടു പ്ലേസ് എ പാക്ക് ഓഫ് ബനാന ചിപ്സ് നെക്സ്റ്റ് ടു എ പാക്ക് ഓഫ് പൊട്ടറ്റോ ചിപ്സ് ഓൺ ഓൾ ദ റീറ്റെയിൽ ഷെൽഫ്സ് ഓഫ് ദ വേൾഡ്. ആ വേൾഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിഗ് ചാലഞ്ച്. ഇന്ന് നമ്മളിപ്പം അത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ മഹാരാഷ്ട്രയിൽ ആദ്യം ഞങ്ങൾ ബോംബെയിൽ ഇറക്കി. ബോംബെയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പൂനെയിൽ ഇറക്കി. പൂനെ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മൾ അടുത്ത സ്റ്റേറ്റിൽ ഇറക്കി. അതിനടുത്ത സ്റ്റേറ്റിലാണ്. അപ്പോൾ അങ്ങനെ പിന്നെ ഗുജറാത്തിൽ വന്നു. അത് കാരണം പിന്നീട് ഡൽഹി, UP, ഇപ്പം അങ്ങനെ എല്ലായിടത്തോടും നമ്മളിങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ ഏകദേശം 73 ഡിസ്ട്രിബ്യൂട്ടേഴ്സായി. 73 ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ളത് ഏകദേശം 120 ഡിസ്ട്രിബ്യൂട്ടറിലോട്ട് ഈ വർഷം ഈ ഫൈനാൻഷ്യൽ ഇയർ എൻഡ്, അതായത് മാർച്ച് 2024 എത്തിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണിപ്പം. അതിനുശേഷം അടുത്ത വർഷമാകുമ്പം 120 എന്നുള്ളത് ഒരു 3 തവണയെങ്കിലും കൂട്ടണം. അതുകൂടാതെ കൂടുതൽ കൺട്രീസിലോട്ട് എത്തിക്കണം. ഇപ്പം നമ്മൾ US, UK, ഓസ്ട്രേലിയ, കാനഡ, ന്യൂസിലാൻഡ് പല കൺട്രീസിലും ഉണ്ട്. പക്ഷെ അവിടെ ഇപ്പോഴും അവിടെ നമ്മളൊരു ഫോക്കസ്ഡ് ആയിട്ടുള്ള അപ്രോച്ച് നമ്മളിപ്പോൾ ചെയ്യുന്നില്ല. മേടിക്കുന്നുണ്ട്, നമ്മൾ ഒരാൾ മേടിക്കാനുണ്ട്, പുള്ളിക്ക് നമ്മളെ പ്രോഡക്റ്റ് കൊടുക്കുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് നമ്മളൊന്നും ചെയ്യുന്നില്ല. അവിടേക്കൊക്കെ നമുക്കൊരു ബ്രാൻഡ് വാല്യൂ കൊണ്ടുവരണം. സോ ദർ ഇസ് എ ലോട്ട് മോർ ടു ഡു. അപ്പൊ അതിനൊക്കെ പ്ലാന്റ് തന്നെ മതിയാവുമോ? നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇനിയിപ്പം ഇതിനൊരു കപ്പാസിറ്റി, ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് ഫുള്ളായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത കപ്പാസിറ്റി റെഡി ആയിരിക്കണം. അപ്പം അതിനുള്ള പരിപാടികൾ നടക്കുന്നു. അതെങ്ങനെ, കേരളത്തിലായിരിക്കും അതോ പുറത്തായി തമിഴ്നാട്ടിലോ? അതൊരു സ്റ്റഡി ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടൊക്കെ എവിടെ വേണം എന്നൊക്കെ ഉള്ളതിനൊരു സ്റ്റഡി നമ്മൾ ചെയ്യുന്നുണ്ട്. സോ ഇവൻച്വലി ദ പ്ലാൻ ഈസ്, കേരളത്തിൽ നമ്മളിപ്പോൾ ഈ ഒരു കപ്പാസിറ്റി, നമുക്കൊരു നല്ല കപ്പാസിറ്റിയോളം ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് തൽക്കാലം പോകുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഇതിലുണ്ട്. നമ്മൾ ഈ സ്റ്റഡി നടത്തുന്നത്, പണ്ട് നമ്മൾ അങ്ങൊരു സ്റ്റഡിയുടെ ആവശ്യമില്ലായിരുന്നു, നമ്മളങ്ങ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, കുറച്ചുകൂടെ നമ്മൾ ക്യാഷ് എങ്ങനെ സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ നോക്കിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം സോ വി ഹാവ് എ ടീം. എൻ്റെ മൂന്നാമത്തെ കോ-ഫൗണ്ടർ ജ്യോതി മോണ്ടലീസ് എന്ന് പറഞ്ഞ കമ്പനിയിലായിരുന്നു. ഏഷ്യ പസഫിക്കും അമിയ ഓപ്പറേഷൻസ് ഒക്കെ ഫുള്ള് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നതാണ്. കാഡ്ബറീസ്, ഓറിയോ, ടാങ് ഇങ്ങനെയുള്ള ഫുൾ ബ്രാൻഡും പുള്ളിക്കാരിയായിരുന്നു ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. പുള്ളിക്കാരത്തി എങ്ങനെയാണ് ഇങ്ങനെ വന്നത്? പുള്ളിക്കാരത്തി ഇതേപോലെ തന്നെ, അതായത് ഞാൻ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, ഷാർക്ക് ടാങ്കിൻ്റെ സമയത്ത് ഞാൻ രണ്ടാമത് റൗണ്ടിലൊരു ഫണ്ട് റേസ് ചെയ്യാൻ ഷാർക്ക് ടാങ്കിന് ശേഷം അങ്ങനെ ഞാൻ പുള്ളിക്കാരിക്ക് താല്പര്യമുണ്ടായിരുന്നു. പുള്ളിക്കാരിയും സിംബയോസിസ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പുള്ളിക്കാരി ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ളത്, പുള്ളിക്കാരിയുടെ ഹസ്ബൻഡും എൻ്റെ കൂടെ തന്നെ പഠിച്ചാണ്. അപ്പോൾ പുള്ളിക്കാരുടെ ഹസ്ബൻഡുമായിട്ട് ഞാൻ നല്ല ഫ്രണ്ടാണ്. അപ്പോൾ പുള്ളി ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പുള്ളിക്കാരി ഷീ വാസ് എ വെരി അഗ്രസീവ് പേഴ്സൺ ഇൻ ക്യാമ്പസ്. ടോപ്പറാണ്. പിന്നെ ജോലിയിലും അതേപോലെ തന്നെ ഭയങ്കര ഫോക്കസ്ഡ്. ഫുഡ് ആൻഡ് ബെവറേജ് ഇൻഡസ്ട്രിയിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ആയിരുന്നപ്പോൾ ഞാൻ പുള്ളിക്കാരി എടുത്ത് ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, വൈ കാൻറ്റ് യു ജോയിൻ. അപ്പം അന്ന് ഗൗതം ജോയിൻ ചെയ്തിട്ടില്ല. ഫസ്റ്റ് ഞാൻ പുള്ളിക്കാരി എടുത്താണ് പറയുന്നത്. അപ്പം പുള്ളിക്കാരി എടുത്ത് ഞാൻ പറഞ്ഞു. അപ്പം പുള്ളിക്കാരി പറഞ്ഞു, നോ എൻ്റെ ജോബ് ഇപ്പം നല്ലതായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഐ എം ലവിങ് ഇറ്റ്, നല്ല ബോസാണ് എനിക്ക്. അപ്പം അങ്ങനെയുള്ള ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഉള്ള കമ്പനിയിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിന് ഒരു ഇൻക്രിമെൻ്റൽ വാല്യൂ ഉണ്ടാകുന്നുള്ളൂ. ഹിയർ യു ആർ ക്രിയേറ്റിംഗ് എ ലെഗസി. ദിസ് ഈസ് ലൈക്ക് വി ആർ ക്രിയേറ്റിംഗ് സംതിങ് ബിഗ്. സോ ഒരു 10-15 വർഷം കഴിയുമ്പോൾ തന്നെ ഇതായിരിക്കും ആളുകൾ നമ്മളെ പറയുന്നത്. അല്ലാതെ കാഡ്ബറീസിൽ ഷിപ്പിങ്ങിൻ്റെ കോസ്റ്റ് കുറച്ചത് കൊണ്ട് ആരും നമ്മളെ തിരിച്ചറിയത്തില്ല. പക്ഷേ ബിയോണ്ട് സ്റ്റാക്ക് ഉണ്ടാക്കിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ കുറച്ച് പേരുകളുണ്ടാവുമല്ലോ, അതൊരു ലെഗസിയാണ്. പുള്ളിക്കാരി ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു, മാനസ്, ഐ എം വെരി പോസിറ്റീവ് അബൌട്ട് വാട്ട് യു സെഡ്, ലെറ്റ്സ് മീറ്റ് ആൻഡ് ഡിസ്കസ്. ഞാൻ പറഞ്ഞു, ലെറ്റ്സ് ഡിസ്കസ്. എപ്പോഴാണ്? ഞാൻ പറഞ്ഞു, നാളെ തന്നെ. വണ്ടി എടുത്ത് നേരെ പൂനെയിലാണ് പുള്ളിക്കാരി. അങ്ങനെ അവിടെ ചെന്നിരുന്നിട്ട് ഇതേപോലെ തന്നെ പ്ലാൻ മുഴുവൻ വിവരിച്ചു കൊടുത്തതാണ് പ്ലാൻ. സോ ഷീസ് എ വെരി പ്രാക്ടിക്കൽ പേഴ്സൺ. She said she want to see the facility, she want to see the farmers, she want to see the packing material facility. So ഞങ്ങൾ പിറ്റേന്ന് തന്നെ പിന്നെ എല്ലാം എടുപിടിയെന്നായിരുന്നു പരിപാടികൾ നടത്തിയത്. പിന്നെ ഞങ്ങൾ ആ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്, കുറച്ചൊരു എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ, അങ്ങനത്തെ പല പരിപാടികളുണ്ടല്ലോ, അതെല്ലാം വെച്ചിട്ട് നമ്മളൊരു പ്രോപ്പർ പാക്കേജ് ആക്കി. ഷീ ജോയിൻഡ് ഇൻ 2 months. അങ്ങനെ അതിനുശേഷം അപ്പം പുള്ളിക്കാരി ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പം, പുള്ളിക്കാരി ജോയിൻ ചെയ്യുന്നു എന്ന് കേട്ട് കഴിഞ്ഞപ്പം ഗൗതമും ഞാൻ ഓൾറെഡി ഇങ്ങനെ ഡില്ലി ഡാലിയിങ് സ്റ്റേറ്റിൽ നിൽക്കുന്നത് കൺവേർട്ടായി. അങ്ങനെ ഗൗതമും ജോയിൻ ചെയ്തു.
ഇവർ രണ്ടുകൂടെ വന്നതോടുകൂടി തന്നെ പിന്നെ സ്കെയില് നമ്മൾ കൂട്ടി. ഒരു ടേൺ ഓവർ ഒക്കെ എങ്ങനെയുണ്ടാവും കമ്പനിയുടെ? വീണ്ടും നമ്പറിലോട്ട് ഞാൻ കിടക്കുന്നില്ല. എന്നാലും ഒരു കഴിഞ്ഞ വർഷം നമ്മളൊരു 17-17.5 കോടിയിൽ ആയിരുന്നു. ഇത്തവണ നമ്മൾ ഈ വർഷം നമ്മൾ അതിന് ഒരു 3 മടങ്ങെങ്കിലും കൂട്ടണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ലാഭത്തിലായോ നമ്മുടെ സംരംഭം? ലാഭത്തിലല്ല, നമ്മൾ മാസം നമുക്ക് കുറച്ചൊരു ബേണുണ്ട്. അത് നമ്മളൊരു പുതിയ റീജിയനിലോട്ട് നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ അവിടെ കുറച്ച് അപ്ഫ്രണ്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ലാഭത്തിൽ 2025 ആകും എന്നുള്ളതാണ് നമ്മുടെ ഒരു വിലയിരുത്തൽ. ഒരു പ്രാക്ടിക്കലായിട്ടുള്ളൊരു കോട്ടിൽ വിൽ ബി പ്രോഫിറ്റബിൾ ബൈ 2025 എന്നുള്ളതാണ്. ഈ മനസ്സിനെ പഠിച്ചു നോക്കുമ്പോഴേ എന്തുകൊണ്ടായിരിക്കും, എന്ത് ഘടകം കൊണ്ടായിരിക്കാം ഇങ്ങനെ നമ്മളുടെ ബിയോണ്ട് സ്നാക്കിനെ ഈ ഒരു തലത്തിലേക്ക് എത്തിക്കാൻ പറ്റിയത്? അല്ലെങ്കിൽ ഇപ്പം എന്തായാലും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു സ്റ്റാർട്ടപ്പാണ് എന്ന് വെച്ചാൽ വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സ്റ്റാർട്ടപ്പാണ്. അതൊരു സക്സസ്ഫുൾ ആയ ഒരു മോഡലാക്കി ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അതൊരു സക്സസ് തന്നെയാണ്. എന്ത് ഘടകമാണ് അതിൻ്റെ പിന്നിൽ ഉണ്ടായിരിക്കുന്നത്? മാനസിന്റെ എന്ത് പ്രത്യേകത കൊണ്ടായിരിക്കും? ഫോക്കസ് ആൻഡ് എക്സിക്യൂഷൻ, ഓൺലി 2 things ഐ തിങ്ക്. എന്നെ സംബന്ധിച്ചോക്കണം, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അത്ര വലിയ സ്മാർട്ട് ആയിട്ടുള്ള ആളൊന്നും ആയിരുന്നില്ല. ഞാനൊരു ആവറേജ് ആയിരിക്കും എന്ന് പറയും. ഈവൻ എഞ്ചിനീയറിങ്ങിൻ്റെ സമയത്തും അങ്ങനെ വലിയൊരു സാധാരണ ആളുകളെ പോലെയാണ് സപ്ലൈ ഒക്കെ കിട്ടിയിട്ടുണ്ട്. എങ്ങനെയൊക്കെ ക്ലിയർ ചെയ്ത് വന്നു. അതിനുശേഷം MBAക്ക് പോയി. പക്ഷേ MBAക്ക് പോകുന്നതിന് മുമ്പായിട്ടും ഈ എഞ്ചിനീയറിങ് കഴിഞ്ഞ സമയത്തുമായിട്ട് ഒരു ചെറിയൊരു ഫേസ് ഉണ്ടായിരുന്നു. ഐ വാസ് വർക്കിംഗ് ഒരു 3-4 വർഷം. അപ്പോൾ ആ സമയത്ത് ശരിക്കും കുറച്ച് ചേഞ്ചസ് വന്നു. എങ്ങനെയൊക്കെയോ കുറച്ച് ബുക്ക് റീഡ് ചെയ്യുന്ന ഒരു ഹാബിറ്റൊക്കെ എങ്ങനെയൊക്കെയോ വന്നു. അപ്പം അത് കാരണം തന്നെ നല്ലൊരു കോളേജിൽ ജോയിൻ ചെയ്യണമെന്നുള്ളത് എനിക്ക് തീരുമാനം. അങ്ങനെയാണ് സിംബയോസിസിൽ ജോയിൻ ചെയ്യുന്നത്. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടെ ഒരു ഓവറോൾ ക്യാരക്ടറിൽ എനിക്ക് തന്നെ മാറ്റം ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഐ ബിക്കം ലിൽ മോർ അഗ്രസീവ്, ലിൽ മോർ കോമ്പറ്റേറ്റീവ്. എന്തായാലും ഒന്ന് പയറ്റി നോക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഒക്കെ ആ സമയത്ത് വന്നു. പക്ഷേ ആ സമയത്ത് ഈ ബുക്സ് വായിക്കുന്ന ഒരു കൂടുതൽ ഇതേപോലെ സെൽഫ് ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ ബിസിനസ് ഏതെങ്കിലും ബുക്ക് ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഓഥറാണ്? ഞാൻ ശരിക്കും ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു ബുക്കും കൂടെയാണത്. ഒരുപാട് ബുക്സ് ഉണ്ട്, അങ്ങനെ എടുത്തു പറയാൻ ഒരുപാട് ബുക്സ് ഇഷ്ടമാണ്. പക്ഷേ അതിൻ്റെ ഇതിൽ ദ വൺ തിങ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. ദ വൺ തിങ്, ആ ബുക്ക് എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ആ ബുക്ക് പറയുന്നത്, ഇഫ് യു സ്റ്റാർട്ട് ചേസിങ് 2 rabbits യു എൻഡ് അപ്പ് ഗെറ്റിംഗ് നൺ. എന്ന് വെച്ചാൽ 2 റാബിറ്റിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ അത് രണ്ടും കിട്ടാതെ വരും ചിലപ്പോൾ. ഒരു പക്ഷേ അതുകൊണ്ട് നമ്മൾ ഒന്നിൽ ഫോക്കസ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ആ ബുക്ക് പറയുന്നത്. ഗാരി കെല്ലർ ആൻഡ് ജെ പാപ്പാസാൻ, അങ്ങനെ 2 പേര് എഴുതിയ ഇറ്റ്സ് എ ബ്രില്യൻ ബുക്ക്. സോ ആ ബുക്കിൻ്റെ അതിൽ അതെന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തു. അത് കാരണം എനിക്ക് അങ്ങനെയൊക്കെ ഫോക്കസ് അതിൽ ഇമ്പോർട്ടൻസ് ഞാൻ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങി. ഫോക്കസിനെ ഞാൻ എങ്ങനെയൊക്കെ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങി. സോ അതുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങളെല്ലാം അങ്ങ് ഒഴിവാക്കി ഇതേ എന്നുള്ള രീതിയിൽ നിൽക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ ടെഡ്എക്സിൻ്റെ ടോക്കിൻ്റെ അകത്തിൽ ഞാൻ പറഞ്ഞൊരു സംഭവമുണ്ട്. എനിക്ക് മൂവീസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്ന് വെച്ചാൽ ഫിലിം ഫെസ്റ്റിവലൊക്കെ നടക്കുന്ന സമയത്ത് 5-6 ദിവസം ഞാൻ ആ ഫിലിം ഫെസ്റ്റിവലിന് മാത്രം പോകുമായിരുന്നു. പൂനെയിൽ പഠിക്കുന്ന സമയത്ത് അന്നും ഫിലിം ഫെസ്റ്റിവലിന് പോകുമായിരുന്നു. ട്രിവാൻഡ്രത്ത് IFFK നടക്കുന്ന സമയത്ത് ഫിലിം ഫെസ്റ്റിവലിന് പോകുമായിരുന്നു. 7 ദിവസം സിനിമ മാത്രം. രാവിലെ തൊട്ട് വൈകിട്ട് വരെ 5 മൂവിയോളം കാണും. അങ്ങനെ 35-40 പടമൊക്കെ അങ്ങ് ഇരുന്നങ്ങ് കാണും. പക്ഷേ ഇത് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ മൂവി കംപ്ലീറ്റ്ലി നിർത്തി. ഏകദേശം 5 വർഷത്തോളം ഒരു മൂവി പോലും ഞാൻ കണ്ടില്ല. നോട്ട് ഈവൻ TV അതിൽ വരുന്ന മൂവീസും കണ്ടില്ല. സോ ഫുള്ളി ഫോക്കസ്ഡ് ആയി. അതുകൊണ്ട് തന്നെ എൻ്റെ ഓവറോൾ അപ്രോച്ച് എങ്ങനെയൊക്കെയോ കുറച്ച് മാറ്റം ഇവിടെയൊക്കെ വന്നു. അതാണ് ഒന്ന്. പിന്നെ 2, എഗെയിൻ സ്മാർട്ട് എന്ന് പറയത്തില്ല എനിക്ക് തോന്നി ഞാനൊരു ബുക്കിഷ് സ്മാർട്ട്നെസ് ആയിരുന്നില്ല, കുറച്ചുകൂടെ എക്സിക്യൂഷൻ സ്മാർട്ട്നെസ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നി. എൻ്റെ സ്കില്ല് എനിക്ക് തോന്നുന്നു അവിടെയാണ്. എനിക്കൊരു പക്ഷേ ഇറങ്ങി അങ്ങ് ചെയ്യാൻ പറ്റും കുറച്ചുകൂടെ. എന്തെങ്കിലുമൊക്കെ എടുത്തൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ കൂടുതലും ഇരുന്ന് ചെയ്യുന്നതിനേക്കാൾ ഉപരി ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നതുകൊണ്ടായിരിക്കണം. എക്സിക്യൂഷൻ, ഐ വാസ് മോർ ഫോക്കസ്ഡ് ഓൺ എക്സിക്യൂഷൻ. സോ ഇന്നും ശരിക്കും പറഞ്ഞാൽ അത് പക്ഷേ കൂടുതൽ ആ എക്സ്പീരിയൻസ് വന്നതുകൊണ്ട് ഇന്ന് ഞാൻ കൂടുതലും ഐഡിയാസിനേക്കാൾ ഉപരി ഞാൻ എക്സിക്യൂഷന് വാല്യൂ ചെയ്യുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഫോക്കസ് ആൻഡ് എക്സിക്യൂഷൻ ആർ ദ 2 things. എനിക്ക് തോന്നുന്നു എനിക്കത് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആർക്കും അത് ചെയ്യാൻ പറ്റും. കാരണം വാസ് ജസ്റ്റ് ആൻ ആവറേജ്. ഈ യങ് എൻ്റർപ്രണേഴ്സിനോട് ഇപ്പോൾ പറഞ്ഞല്ലോ, ടെക്കിൽ മാത്രമല്ല, അല്ലെങ്കിൽ ഇന്നൊവേഷൻ എന്ന് പറയുന്നു അതിനകത്ത് മാത്രമല്ല, ഒരുപാട് സാധ്യതകളുണ്ട്. പിന്നെ നമ്മുടെ ആൾക്കാർ പേടിക്കുന്ന ഒരു സാധനമുണ്ട്, ഡിസ്റപ്ഷൻ.
ആ വാക്ക് തന്നെ എല്ലാവരും എന്തോ ഓൺലൈനെ കീഴ്മേൽ മറിച്ചുകൊണ്ട് പുതിയൊരു സാധനം വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനകത്തൊരു അവസരമാണ്, അല്ലെങ്കിൽ അത് കുറേ നഷ്ടപ്പെടുത്തും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സംരംഭകർ ഈ രംഗത്തോട്ട് വരുന്നുണ്ട്. മാനസിന് എന്താ അവരോട് പറയാനുള്ളത്? ഇതിനെയൊക്കെ പേടിക്കണോ? എങ്ങനെയായിരിക്കണം? Now disruption is happening every day. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് AI വന്നിട്ട് ആ ഒരു ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്നത്, ഹൗ ഫാസ്റ്റ് ഇറ്റ് ഈസ് ഹാപ്പനിങ് റൈറ്റ് നൗ. സോ ദാറ്റ് ഈസ് ഇന്നെവിറ്റബിൾ. വി കനോട്ട് ഡു എനിത്തിങ്. For the new entrepreneurs, I think I don't know whether I am in that stature right now to advise new entrepreneurs, but എൻ്റെ ജീവിതത്തിൽ എന്താണോ വർക്കൗട്ട് ചെയ്തത് അതൊരു പക്ഷേ എനിക്ക് പറയാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഫോക്കസ് ആൻഡ് എക്സിക്യൂഷൻ, ഐഡിയാസിനേക്കാൾ ഉപരി അതിനെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് സക്സസ് കൊണ്ടിരുന്നത്. ഐഡിയാസ് പിടിച്ചിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹെൽപ്പ് യു. ഐ തിങ്ക് എക്സിക്യൂഷൻ ഇസ് എ കീ. ഇഫ് യു ഹാവ് എൻ ഐഡിയ, ഗെറ്റ് ഔട്ട് ദെയർ ആൻഡ് ഡു ദാറ്റ്. സോ അത് ചെയ്ത് അതിൻ്റെ അകത്തുനിന്ന് മിസ്റ്റേക്സ് വരുത്തി അതിൻ്റെ അകത്തുനിന്ന് പിന്നെ പഠിച്ച് വീണ്ടും നമ്മൾ ആ ചേഞ്ചസ് ഇൻകോപ്പറേറ്റ് ചെയ്ത് വീണ്ടും മിസ്റ്റേക്സ് പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മിസ്റ്റേക്സ് വരുത്തി അതിനെല്ലാം കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നടക്കുന്നത്. സോ ഐ തിങ്ക് ദാറ്റ് ഐഡിയാസിനേക്കാൾ ഉപരി ഐ തിങ്ക് യു ഷുഡ് സ്റ്റാർട്ട് വാല്യൂ എക്സിക്യൂഷൻ, ദെൻ ദ റിയൽ ഡിഫറൻസ് വിൽ കം. ഇപ്പൊ പലർക്കും ഭയങ്കര സ്വപ്നങ്ങളാണ്. ഇപ്പൊ മാനസൊക്കെ നേടിയ പോലെ ഫണ്ടിങ് ഒക്കെ നേടണം, കുറെ വലിയ ബിഗ് നെയിംസ് ഒക്കെ വരണം എന്നൊക്കെ സ്വപ്നമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്, ഇങ്ങനെയൊക്കെ വരുത്താനായിട്ട് എന്താണ് ഒരു സംരംഭകൻ ചെയ്യേണ്ടത്? അങ്ങനെ ഒരു ഫോർമുല അല്ലെങ്കിൽ സെറ്റ് ഓഫ് പ്രോസസ് നമുക്ക് പറയാൻ പറ്റുകയില്ല. പക്ഷേ ആസ് എ സ്റ്റാർട്ടപ്പ് റൈറ്റ്, ഒരു ഫണ്ട് റേസിങ്ങിൻ്റെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഞാൻ അതിനെ ഒരു പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മൾ ആദ്യം ഒരു പ്രോഡക്റ്റ്, ഫുഡിലാണെങ്കിൽ നമുക്കൊരു പ്രോഡക്റ്റ് ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. ഇറ്റ് ഷുഡ് ബി എ ഗുഡ് പ്രോഡക്റ്റ്. ഫുഡാണെങ്കിൽ ടേസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിട്ട് ആ പ്രോഡക്റ്റിനെ നമ്മൾ ഏതെങ്കിലും ഒരു ചെറിയ മാർക്കറ്റിൽ അവതരിപ്പിച്ച് കസ്റ്റമറിൻ്റെ അടുത്തു നിന്നുള്ളൊരു വാലിഡേഷൻ, ഇപ്പം ഞങ്ങൾക്ക് വൈകയിൽ സംഭവിച്ച പോലെ ഒരു കസ്റ്റമറിൻ്റെ അടുത്തു നിന്നുള്ളൊരു വാലിഡേഷൻ നമുക്ക് വേണം. ആ വാലിഡേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ വാലിഡേഷൻ ഇസ് എ സ്റ്റോറി. യു ക്യാൻ റീച്ച് ഔട്ട് ടു മെനി ഇൻവെസ്റ്റേഴ്സ് ഇൻ ഇന്ത്യ. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഇൻവെസ്റ്റേഴ്സിൻ്റെയൊക്കെ വെബ്സൈറ്റ് ഉണ്ട്. ഇവരുടെയൊക്കെ വെബ്സൈറ്റിൻ്റെ അകത്തൊരു താഴെ അവരുടെ കോൺടാക്റ്റ് ഒരു ജനറിക് ആയിട്ടൊരു ഇമെയിൽ ഉണ്ട്. ആ ഇമെയിലോട്ട് അയക്കും. അതവർ നോക്കത്ത് പോലും ഇല്ലായിരിക്കും, പക്ഷേ ചിലർ നോക്കുന്നവരും ഉണ്ട്. ഞാൻ അവരിലോട്ടൊക്കെ ഇങ്ങനെ ആ ഒരു കോൺസെപ്റ്റും പിച്ച് ഡെക്കൊക്കെ പ്രിപ്പയർ ചെയ്ത് ഒരു കോൾഡ് ഇമെയിൽ അയക്കുമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ പിച്ച് തുടങ്ങുന്നത് തന്നെ. അതിൻ്റെ അകത്തുനിന്ന് 1-2 പേര് ഇൻട്രസ്റ്റഡ് ആയിട്ട് വന്നു. പിന്നീട് ഇതിൻ്റെ അകത്തിൽ നമ്മൾ ഇറങ്ങി കഴിയുന്ന തന്നെ ഒരുപാട് പിന്നെ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പോകും. അതുവഴി കുറച്ച് കോൺടാക്ട്സ് കിട്ടും. അവർ നമ്മളെ കണക്ട് ചെയ്ത് തരും. അങ്ങനെ പെയ്യെ കൂടുതൽ ആൾക്കാരിലോട്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റും. പക്ഷേ അവരുടെ അടുത്ത് പറയുന്നതിന് നമുക്ക് സ്റ്റോറി വേണം. അതാണ് ഈ സ്റ്റോറി, ഈ കസ്റ്റമർ വാലിഡേഷൻ. സോ ടേക്ക് ദാറ്റ് വാലിഡേഷൻ, ഗോ ടു സം ഇൻവെസ്റ്റർ, പ്രസൻറ്റ് ദാറ്റ്. യു മേ ഓർ മേ നോട്ട് ഗെറ്റ് ഫണ്ടിങ്, ബട്ട് യു ആർ ലേണിംഗ് സംതിങ്. അങ്ങനെ ഒരു 10-15 കഴിയുമ്പോഴത്തേക്കിന് പാരലലി യു ഷുഡ് ഗ്രോ ബിസിനസ്. സം ഗ്രോത്ത് യു ഹാവ് ടു ബ്രിങ് ഇൻ. അത് ഒരു പർട്ടിക്കുലർ സ്റ്റേജിലെത്തി കഴിയുന്നതിന് യു വിൽ ഗെറ്റ് സം ഫണ്ട്. സംവൺ വിൽ ട്രസ്റ്റ് യു ഓർ സംവൺ വിൽ ബിലീവ് ഇൻ യുവർ വിഷൻ. അങ്ങനെ കുറച്ച് ഫണ്ട് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞിട്ട് എന്താണ്, നമ്മൾ അത് വെച്ചിട്ട് കുറച്ച്, ഇപ്പം ആദ്യത്തെ ഒരു സീഡ് റൗണ്ട് എന്ന് പറയാം. നമ്മൾ സീഡ് റൗണ്ടുള്ള ഫണ്ട് കൊണ്ട് നമ്മളെന്താണ്, പ്രോഡക്റ്റ് ഇല്ലാത്തവർക്ക് പ്രോഡക്റ്റ് എത്തിക്കാം. അത് ടെക്കിലാണ് കൂടുതൽ നടക്കുന്നത്. ഫുഡ് ബേസ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ യു ഷുഡ് ഹാവ് എ പ്രോഡക്റ്റ്, ടേക്ക് ദാറ്റ്, ഹാവ് ദാറ്റ് ഇനീഷ്യൽ വാലിഡേഷൻ, ഗെറ്റ് സം സീഡ് ഫണ്ട്, സ്കെയിൽ അപ്പ്. ഒരു ഡീസൻറ്റ് ലെവലോട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദെൻ യു ക്യാൻ റീച്ച് ഔട്ട് ടു മൈക്രോ VCs. അവരുടെ അടുത്ത് എന്താണ്, നമ്മൾ ആദ്യത്തെ ഫണ്ട് കിട്ടിയിട്ടുള്ള ഗ്രോത്ത് ആണ് നമ്മുടെ നെക്സ്റ്റ് ലെവൽ ഓഫ് സ്റ്റോറീസ്. സോ ആ സ്റ്റോറിയാണ് അടുത്ത ആൾക്കാരുടെ അടുത്ത് പറയുന്നത്. ആ സ്റ്റോറി ഒരു ഗ്രോത്ത് സ്റ്റോറിയാണ്. അപ്പോൾ ഒരു പക്ഷേ ആ ഗ്രോത്ത് സ്റ്റോറി ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആ ലെവലിലുള്ള കുറച്ച് VCs നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന വരും. അതിനുശേഷം നമ്മൾ പോകുന്ന കുറച്ചുകൂടെ വലിയ ആളുകളുടെ അടുത്താണ്. അവരുടെ അടുത്ത് നമ്മൾ പോകുന്നത് തന്നെ ജസ്റ്റ് ഗ്രോത്ത് മാത്രം പോരാ. മാർക്കറ്റിൽ നിന്നുള്ള ഒരു സെൻസ്, മാർക്കറ്റിൽ ഓൾറെഡി പ്രസൻ്റ് ആണോ, എത്രത്തോളം നമുക്കിപ്പം സെയിൽ കൂടുന്നുണ്ട്, എന്തുകൊണ്ടാണ് സെയിൽ കൂടാൻ കാരണം, അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് അവിടെ കുറച്ചുകൂടെ ഒരു ബിഗർ ലെവൽ ഓഫ് വാലിഡേഷൻ നടക്കുന്നു. സോ ദെൻ യു ടേക്ക് സ്റ്റെപ്പ്, 1 step at a time. ദാറ്റ്സ് ഹൗ യു ഗ്രോ. എൻ്റെ കേസിൽ ഇതാണ് സംഭവിച്ചത്. ഇത് തന്നെ എല്ലാ കേസും നടക്കുന്നില്ല. ഒരുപക്ഷെ ടെക് ഇൻഡസ്ട്രിയിൽ ഒരുപക്ഷെ ഇതായിരിക്കത്തില്ല നടക്കുന്നത്, ഡിഫറൻ്റ് ആയിരിക്കും നടക്കുന്നത്. പക്ഷേ ഒരു ഫുഡ് ഇൻഡസ്ട്രിയിൽ ദിസ് ഈസ് ദ ബെസ്റ്റ് വേ ഫോർ യു ടു ഗ്രോ. അപ്പോൾ മാനസ്, എന്താ പറയുക, ഇതൊരു വളരെ നല്ലൊരു സിനിമ പോലെയാണ്. ഇതിനകത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, കണ്ണീരുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്, പിന്നെ വളരെ ഡ്രമാറ്റിക്കായ കുറേ നിമിഷങ്ങളുണ്ട്. എന്തായാലും ഈ ജേണി സത്യം പറഞ്ഞാലേ കേരളത്തിലെ ഒരുപാട് യുവ സംരംഭകർക്ക് ഒരു പ്രചോദനമാകും. എന്തായാലും ആ പ്രചോദനമുള്ള കഥ
നമ്മളോട് പങ്കുവച്ചതിന് നന്ദി. എന്തായാലും മനസ്സ് സ്വപ്നം കാണുന്ന പോലെ അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മോഡലായിട്ട് ബിയോണ്ട് സ്നാക്ക് വരട്ടെ. അതേപോലെ തന്നെ കേരളത്തിലേക്ക് എത്രയും പെട്ടെന്ന് വരിക. അപ്പോൾ നമുക്ക് ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചതിന് നന്ദി. താങ്ക് യു സോ മച്ച്. ഓക്കെ.